السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا غاية قصدنا ولا إلى النار مصيرنا. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 4 ക്ലാസ്സുകളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. നമ്മളുടെ ഹൃദയത്തിലുള്ളതാണ് ഏറ്റവും പ്രധാനം, അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഫറദ് കഴിഞ്ഞാൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾക്ക് തന്നെയാണ്. അതിലെത്ര വൃത്തിയുണ്ട്, ചളിയുണ്ട്, അതനുസരിച്ചിട്ടാണ് പുറത്തുണ്ടാവുക. അപ്രകാരം ഇഖ്ലാസു ആണ് കർമ്മങ്ങളിൽ. നിഷ്കളങ്കമായിരിക്കണം നമ്മളുടെ കർമ്മങ്ങൾ. അല്ലാഹുവിന് മാത്രമായി, വേറെ ഒരാൾക്കും അതിലൊരു ഓഹരി ഇല്ലാത്ത രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യണമെന്നും ഇന്നലത്തെ ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും നിരീക്ഷിക്കുന്നുണ്ട് എന്ന തോന്നൽ സദാ ഉണ്ടാകണം. അത് ഹൃദയത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് എന്നും നമ്മൾ പഠിച്ചു, മനസ്സിലാക്കി. ഇന്ന് ഇൻഷാ അല്ലാഹ് ഹൃദയത്തിന്റെ കർമ്മങ്ങളിൽ പുതിയ ഒരു കർമ്മമാണ് നമ്മൾ പഠിക്കുന്നത്, സൽക്കർമ്മം. അൽ വറഉ എന്നാണ് അതിന്റെ പേര്. അൽ വറഅ, അൽ വറഅ, വറഉള്ള ആളാകണം എന്ന് പറയാറുണ്ട്. വറഉള്ള ആളാകണം. വറഅ നല്ലൊരു ഗുണമാണ്. ഒരു പക്ഷേ എല്ലാവർക്കും ഇല്ലാത്തതും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം കൊടുത്ത മുവഫഖീങ്ങളായ അടിമകൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു സൽക്കർമ്മവുമാണ് വറഅ എന്ന് പറയുന്നത്. ഇഖ്ലാസിനെ പറ്റി പറയുമ്പോൾ, മുറാഖബത്തിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പരിചയമുണ്ട്. പക്ഷെ വറഅ കുറച്ചും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളോട് ഇടപെടുമ്പോഴും അള്ളാഹുവുമായി ഇടപെടുമ്പോഴും മറ്റ് പടപ്പുകളുമായി ഇടപെടുമ്പോഴും ഒക്കെ നമുക്ക് വറഅ വേണം. ഇൻഷാ അല്ലാഹ് നമുക്ക് വറഅനെ പറ്റി ഈ കിതാബിൽ വന്ന കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. വറഅ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഭാഷയിൽ ഒരു വിട്ടുനിൽക്കൽ, പിടിച്ചുവെക്കൽ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. വിട്ടു നിൽക്കുക, പിടിച്ചു വെക്കുക, മാറി നിൽക്കുക എന്നൊക്കെ. നമ്മളൊരു കാര്യം വെറുപ്പോട് കൂടി അതിൽ നിന്ന് മാറി നിൽക്കുന്നു, ഇതിനൊക്കെ ഭാഷയിൽ തവറഅ അല്ലെങ്കിൽ വറഅ എന്നൊക്കെ പറയും. ശറഇന്റെ ഭാഷയിൽ നമ്മളിവിടെ ഹൃദയത്തിന്റെ കർമ്മമായി വറഅ പഠിക്കുമ്പോൾ നമുക്ക് വറഅ ഉണ്ടാകണമെന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പൊ അതിന്റെ അർത്ഥം? മലയാളത്തിൽ അതിനൊരു പരിഭാഷ പറയാൻ കഴിയൂല. ഒരു ഒറ്റ വാക്കിൽ വറഅനെ വിശദീകരിക്കാൻ നമുക്ക് വേണമെങ്കിൽ സൂക്ഷ്മത എന്ന് പറയാം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനെ കരുതി നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു. ഹറാമായ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഹറാമാണോ ഹലാലാണോ എന്ന സംശയമുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നു. ഇതൊക്കെ വറഅാണ്. അപ്പൊ ആ ഒരു ഗുണത്തെയാണ് പറയുക. നമ്മുടെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക, നമ്മൾക്ക് ന്യൂനതയുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുക, നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മുറുകെ പിടിക്കുക, ഏറ്റവും സൂക്ഷ്മമായ ഒരു ജീവിതം നയിക്കുക. അതൊക്കെയാണ് പറയുക, സൂക്ഷ്മമായ ഒരു ജീവിതം നയിക്കുക. അതിന് ഹൃദയത്തിൽ ഈ ഗുണം കൂടിയേ തീരും. സൂക്ഷ്മമായ ജീവിതം നയിക്കുക. ഒരുപാട് പണ്ഡിതന്മാർ വ്യത്യസ്ത രൂപത്തിൽ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്, വറഅ എന്താണ് എന്നുള്ളതിന്റെ. അതിന്റെ ഒരു ചുരുക്കം അവസാനം പണ്ഡിതൻ കൊടുക്കുന്നത് ഖുലാസത്തു. ഇതിന്റെ ഒരു ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ വറഅ എന്ന് പറഞ്ഞാൽ ഇന്ന മഅനൽ വറഇ, വറഇന്റെ അർത്ഥം ഒരുപാട്
പണ്ഡിതന്മാരുടെ നിർവചനങ്ങൾക്ക് ശേഷമാണ് ഇദ്ദേഹം പറയുന്നത് ഹുവ തർക്കു മാ യുഖ്ശാ ദററുഹു ഫിൽ ആഖിറ. ആഖിറത്തിൽ എനിക്ക് ദോഷം വരുത്തും എന്ന് നമ്മൾ പേടിക്കുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. പരലോകത്ത് ചെന്നാൽ ഇതെനിക്ക് ദോഷമായിട്ടുണ്ടാകും എന്ന് നമ്മൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അങ്ങനെ ജീവിക്കുക, അങ്ങനെ സൂക്ഷ്മതയോടെ ജീവിക്കലാണ് പറയുക. അപ്പൊ ആഖിറത്തിൽ നമുക്ക് ദോഷം വരുന്ന കാര്യങ്ങള് ഒന്ന് ഹറാമായിരിക്കും. ഹറാമായ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്താൽ നമ്മൾക്ക് അത് ആഖിറത്തിൽ ദോഷമാണ്. ചെറിയ ദോഷമാവൂല, വലിയ ദോഷമാണ്. ദുനിയാവിലും ദോഷമാണ്, സംശയമൊന്നുമില്ല. അപ്പൊ അതിൽ നിന്ന് വിട്ടു നിൽക്കുക. അതേപോലെ തന്നെ ഹറാമാണോ ഹലാലാണോ എന്ന സംശയമുണ്ട്, നമ്മൾ അതിന് മാറിക്കണം. ചിലപ്പോ ഹറാമാണെങ്കിലോ നമുക്ക് സംശയമാണെങ്കിൽ നമ്മൾ അതിന് വിട്ടു നിൽക്കുക. ഇതൊക്കെയാണ് വറാഇന്റെ ബാബില് വരിക എന്ന് മനസ്സിലാക്കുക. ചിലപ്പോ ഇനി ഞാനിങ്ങനെ ഈ മുബാഹായ അനുവദിക്കപ്പെട്ട കാര്യം തന്നെ ഒരുപാട് ചെയ്ത് അത് ചെയ്ത് എന്റെ ആഖിറത്തിൽ ദോഷം തട്ടുമെന്ന് നമുക്ക് പേടിയുണ്ടെങ്കിൽ ആ ഹലാലായ കാര്യത്തിൽ നിന്ന് വരെ വിട്ടുക. ഇതൊക്കെ വറാണ്. പണ്ഡിതന്മാരുടെ ഒരുപാട് കഥകളൊക്കെ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ ഒരുപാട് പണ്ഡിതന്മാര്, ഞാനിപ്പോ ഇതിന് വറാഅ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കഥ പറഞ്ഞുതരാം. ഇപ്പൊ കെ എം മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയെ പറ്റി നമ്മുടെ ഉസ്താദുമാരൊക്കെ നമുക്ക് പറഞ്ഞു തന്ന ഒരു കഥ. കെ എം മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി വായിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുകയോ കണക്ക് എഴുതിക്കൊണ്ടിരിക്കുകയോ ചെയ്യായിരുന്നു. വീട്ടില് വിളക്ക് എത്തിച്ചിട്ടാണ് ചെയ്തിരുന്നത്. ശബ്ദം ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ല? അപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് ഒരാൾ വന്നു. അയാൾ സംശയം ചോദിക്കാനോ അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി സംശയം ചോദിക്കാനോ എന്തിനോ വേണ്ടി വന്നതാണ് കെ എം മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയോട്. അപ്പൊ കെ എം മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ഇപ്പൊ കത്തിച്ച വിളക്ക് എടുത്തു കൊണ്ടുപോയിട്ട് വേറെ വിളക്ക് എടുത്തു കൊണ്ടുവന്നു, വേറൊരു മിസ്ബാഹ് എടുത്തു കൊണ്ടുവന്നു, ഈ വിളക്ക് മാറ്റി വെച്ചു. അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോ അത് KNM-ന്റെ കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ കണക്ക് എഴുതിയിരുന്ന, അതുകൊണ്ട് ചില എണ്ണ വാങ്ങിയിരുന്ന വിളക്കാണ്. അപ്പൊ അത് ഇതിന് ഉപയോഗിക്കാൻ പറ്റൂല. ഇതിന്റെ പേരാണ് വറാഅ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അദ്ദേഹം ഒരുപാടുണ്ട്. അതിലൊന്ന് പിന്നെ എന്തോ കാര്യം എഴുതാൻ വേണ്ടി അദ്ദേഹം പേനെടുത്തപ്പോ അദ്ദേഹം പിന്നീട് ആലോചിച്ചു, ഇത് ജാമ്യയിലെ പേനയാണല്ലോ, ജാമ്യയുടെ ആവശ്യങ്ങൾ കുട്ടികൾക്ക് നോട്ട് എഴുതി കൊടുക്കാനൊക്കെ ഉപയോഗിക്കും. ജാമ്യം എടുത്ത പേനയാണ്. അപ്പൊ അത് തിരിച്ചു വെച്ച് വേറെ പേന കൊണ്ട് ഈ കാര്യം എഴുതി കൊടുത്തു. ഇതൊക്കെ ഒരു വല്ലാത്ത സൂക്ഷ്മതയുള്ള ജീവിതമാണ്. ഇത് നമുക്ക് എങ്ങനെ കിട്ടുക? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. നമുക്ക് വറാഅ് ഉണ്ടാകണം. അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരണം. ഈ വറാഅ് പുറത്താരെ കാണിക്കാൻ സൂക്ഷ്മതയല്ല, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വറാഅ് ഉണ്ടാകണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. രണ്ടാമതായി നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് സുഹ്ദും വറാഉം തമ്മിൽ വ്യത്യാസമുണ്ട്. സുഹ്ദ് എന്ന് പറഞ്ഞാൽ ഭൗതിക വിരക്തിയാണ്. സുഹ്ദ് പറഞ്ഞാൽ നമുക്ക് ദുനിയാവിനോട് താല്പര്യമില്ലായ്മ, ഈ കാര്യങ്ങളും അതേപോലെ തന്നെ ആഖിറത്തോടുള്ള നമ്മുടെ വിരക്തിയൊക്കെയാണ് സുഹ്ദ് കൊണ്ട് പിന്നെ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പിന്നെ വ്യത്യാസങ്ങൾ നമുക്ക് പറയാൻ പറ്റും. എന്താണ് സുഹ്ദും വറാഉം തമ്മിൽ വ്യത്യാസം പറഞ്ഞാല്, ചില പണ്ഡിതന്മാർ പറഞ്ഞു സുഹ്ദ് എന്ന് പറഞ്ഞാല് ആഖിറത്തിൽ ഉപകരിക്കാത്ത കാര്യങ്ങളോടുള്ള താല്പര്യം തന്നെ ഒഴിവാക്കുക, എന്നിട്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുക. കാരണം അതുകൊണ്ട് ആഖിറത്തിൽ ഒരു ഗുണവുമില്ല എന്നുള്ളതാണ്. അപ്പോ അതൊരു ഭൗതിക വിരക്തിയായെന്ന് നമുക്ക് പരിഭാഷപ്പെടുത്താൻ പറ്റും. ഒരു വിരക്തിയാണ്. എന്നാൽ വറാഅ് അങ്ങനെയല്ല. നമുക്ക് ആഖിറത്തിൽ ഉപദ്രവം ഉണ്ടാക്കുന്നതിൽ നിന്ന് വിട്ടുക. വ്യത്യാസം മനസ്സിലായോ? സുഹൃദ് എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ നമ്മൾക്ക് ഉപകാരമില്ല എന്ന് തോന്നുന്ന കാര്യം, ആഖിറത്തിൽ നമുക്ക് ഉപകാരമില്ല എന്ന് തോന്നുന്ന കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വിട്ടുമാറിക്കുന്നു. ചിലപ്പോൾ ഹലാലായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് വിരക്തിയാണ്. ആഖിറത്തിൽ എനിക്ക് ഉപകരിക്കുമല്ലോ, ഞാൻ ആഖിറത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, ഒരു ദുനിയാവിനോട് താല്പര്യമില്ലാത്ത ഒരാളായി ജീവിക്കുക, അതൊക്കെയാണ് സുഹൃത്തിൽ ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ട കാര്യം പറ്റും. നബിയാണ് ഏറ്റവും വലിയ സാഹിദ്, അറിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും വലിയ മുത്തവരിയും സാഹിദും ഒക്കെ. നബിനേക്കാൾ വലിയ സുഹൃത്തും വറവൊന്നും ആർക്കും വേണ്ട. അത് നമ്മൾ ഇൻഷാല്ലാ പറയും. വറഅ് എന്ന് പറയുമ്പോൾ ആഖിറത്തിൽ ദോഷം വരും, മറ്റേത് ആഖിറത്തിൽ ഉപകാരമല്ല. ഇത് ആഖിറത്തിൽ ദോഷം വരും എന്നുള്ള കാര്യത്തെ ഒഴിവാക്കുക എന്നുള്ളതാണ് വറഅ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടും രണ്ടാണ്.
വറയിലൂടെയാണ് സുഹൃദിലേക്ക് എത്തുക, സുഹൃദിലൂടെയാണ് വറയിലേക്ക് എത്തുക. വറ ഉണ്ടെങ്കിൽ സുഹൃദ് ഉണ്ടാകും എന്നൊക്കെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ സുഹൃദുള്ളവരാകണം, വറ ഉള്ളവരാകണം. എന്തായാലും വറ എന്തായാലും നമുക്ക് വേണം, അത്യാവശ്യമാണ്. വറ നമ്മൾക്ക് അത്യന്താപേക്ഷിതമായ ഒരു ഗുണമാണ്. അതൊരു നെഗറ്റീവ് ഗുണമല്ല. അതായത് ഒരു വറ എന്ന് പറയുന്നത് പല കാര്യങ്ങളും വിട്ടു നിൽക്കുന്ന ഒരു നെഗറ്റീവ് അല്ല, അത് പോസിറ്റീവായ കാര്യം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി വറഇന്റെ പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഒരു ഹദീസ് കാണാം. ഫളലുൽ ഇൽമി അഹബ്ബു ഇലയ്യ മിൻ ഫളലിൽ ഇബാദ. ഇങ്ങനെ ഒരു റിവായത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ട്. ചില പണ്ഡിതന്മാർ ഈ ഹദീസ് വഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വഖൈറു ദീനിക്കും അൽ വറ. നിങ്ങൾ ആരാധനയുടെ ശ്രേഷ്ഠതയേക്കാൾ നിങ്ങളുടെ അറിവിന്റെ അതിന്റെ ശ്രേഷ്ഠതയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം റസൂലുള്ളാഹി പറയാണ്. സ്വാഭാവികമായിട്ടും ഇൽമ് ഇബാദത്തും ചേരുമ്പോഴാണ് അതിനൊരു മധുര ഇരട്ടിക്കുക. ഒരാൾ അറിവില്ലാതെ ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അയാളുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കാനല്ല, അറിവോടുകൂടി ചെയ്യണം എന്നാണല്ലോ. അത് ഉറപ്പാണ്. അറിവിനാണ് പ്രാധാന്യം, പക്ഷെ അറിവുകൊണ്ട് അമലെടുക്കണം, അത്രേ ഉള്ളൂ. അറിവിനാണ് പ്രാധാന്യം, പക്ഷെ അറിവ് കൊണ്ട് പ്രവർത്തിക്കണം. പിന്നെ റസൂൽ പറഞ്ഞു വഖൈറു ദീനിക്കുമുൽ വറ. നിങ്ങളുടെ ദീനിൽ നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഈ വറ ആണ്, സൂക്ഷ്മത പാലിക്കലാണ്. ജീവിതത്തിൽ ഹറാം ഒഴിവാക്കി ജീവിക്കുക, അതേപോലെ തന്നെ ഹറാമിലേക്ക് എത്തിക്കുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക, ഹറാമാണോ ഹലാലാണോ എന്ന് സംശയമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഇതൊക്കെ ആണ് നിങ്ങളുടെ ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ മറ്റൊരു ഹദീസ്, യാ അബാ ഹുറൈറ, ഓ അബൂ ഹുറൈറ, കുൻ വരിഅൻ, നീ വറഉള്ള ആളാകണം. തകുൻ അബദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ല ഇബാദത്ത് ചെയ്യുന്ന ആളാകാൻ പറ്റും. കുൻ വരിഅൻ തകുൻ അബദന്നാസ്. ആയിഷ ബീവി പറയുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇന്നന്നാസ ഖദ് ളയ്യഉ അഅ്ബമ ദീനിഹിം, ജനങ്ങൾ അവരുടെ മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് ഒഴിവാക്കിയത്. അൽ വറ. ഏതാണത്? വറ, സൂക്ഷ്മത. ഈ തഖ്വക്കും സൂക്ഷ്മത എന്ന് പറയുന്നത് അതാണ് പറഞ്ഞത്. മലയാളത്തിൽ ഒരു പരിഭാഷ പറയാനൊരു പ്രയാസമുണ്ട്. ഇപ്പൊ ഹറാമായ കാര്യങ്ങളും ഹറാമിലേക്ക് എത്തിക്കുമെന്ന് തോന്നുന്ന ഹലാലായ കാര്യങ്ങൾ വരെ ഒഴിവാക്കുക. ഇതാണ് വറ എന്ന് പറയുന്നത്. ഇനി അള്ളാഹു ഹറാമാക്കിയ കാര്യം ഒഴിവാക്കലാണ് വറയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഇസ്ലാം എന്നുള്ളതിനെ ഒരു മരമായി സങ്കല്പിച്ചാൽ, ത്വാവൂസ് ഇബ്നു കൈസാൻ എന്ന് പറയുന്ന ശ്രേഷ്ഠനായ പണ്ഡിതൻ അദ്ദേഹം പറയുകയാണ്, ഇസ്ലാമിനെ നിങ്ങൾ ഒരു മരത്തോട് സങ്കല്പിച്ചാൽ അതിന്റെ വേരാണ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിന്റെ അസ്ലാണ്, അതിന്റെ ഫലമാണ് വറ. ഇസ്ലാം ഒരാളിൽ ഉറച്ചിട്ടുണ്ടെങ്കിൽ ആ മരം കൊണ്ട് കിട്ടേണ്ട ഒരാൾ നല്ല മുസ്ലിം ആണെങ്കിൽ അയാൾ വറ ഉള്ള ആളായിരിക്കും. ലാ ഖൈറ ഫീ ശജറത്തിൻ ലാ സമറ ലഹാ, ഫലമില്ലാത്ത മരം കൊണ്ട് കാര്യമില്ലല്ലോ. അതേപോലെ തന്നെ വലാ ഖൈറ ഫീ ഇൻസാനിൻ ലാ വറ ലഹു, വറ ഇല്ലാത്ത മനുഷ്യനും ഒരു ഗുണവുമില്ല എന്ന് ത്വാവൂസ് ഇബ്നു കൈസാൻ എന്ന പണ്ഡിതൻ, അദ്ദേഹം അറിയപ്പെട്ട പണ്ഡിതനാണ്, അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ അതാണ് വറഇന്റെ പ്രത്യേകത. വറഇന് ദീനിൽ വലിയ പ്രത്യേകത ഉണ്ട്. ഖുർആനിലും സുന്നത്തിലും വറഇനെ പറ്റി പരാമർശമുണ്ടോ? ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബത്ത് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു. ഈ സ്വഹാബിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നുഅ്മാൻ ഇബ്നു ബശീർ, അദ്ദേഹത്തിന്റെ ഉപ്പ ബശീർ റളിയല്ലാഹു അൻഹു എന്തോ സമ്മാനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു, ഹദിയ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സാക്ഷിയാക്കാൻ വേണ്ടി ചെന്നാണ് നബി തങ്ങളുടെ അടുത്തേക്ക്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ എല്ലാ മക്കൾക്കും നീ ഇത് കൊടുത്തിട്ടുണ്ടോ? മക്കൾക്ക് എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണം എന്നാണല്ലോ. ഒരേപോലെ കൊടുത്തിട്ടുണ്ടോ? ഇതേപോലെ കൊടുത്തിട്ടുണ്ടോ? അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ ഇതിന് സാക്ഷി നിൽക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സ്വഹാബിയാണ്, ആ മകനാണ് നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ, തീർച്ചയായും ഹലാല് വ്യക്തമാണ്,
ഹറാമും വ്യക്തമാണ്. രണ്ടും വ്യക്തമാണ്. രണ്ടും അവ്യക്തമായ കാര്യമല്ല, രണ്ടും വ്യക്തമാണ്. ഹലാൽ എന്തെന്ന് ദീനിൽ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഹറാം എന്നും കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വബൈനഹുമാ മുസ്തബിഹാത്തുൻ, ഈ ഹലാലിനും ഹറാമിനും ഇടയിൽ ചില ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട്. ചില കച്ചവടങ്ങൾ ചിലർക്ക് തോന്നുന്നത് ഹലാലാണോ ഹറാമാണോ. ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്, അത് അധിക പേർക്കും അത് അറിയുകയില്ല, അധിക ജനങ്ങൾക്കും അത് അറിയുകയില്ല. ഫമനിത്തഖ ശുബ്ഹാത്ത്, ആരെങ്കിലും ഈ ശുബ്ഹത്തിൽ പെടാതെ സൂക്ഷിച്ചു ജീവിച്ചാൽ, ശുബ്ഹത്താണ്, ഹലാലാണോ ഹറാമാണോ അറിയില്ല, ഒരു ശുബ്ഹത്താണ്, സംശയം, അയാൾ ഇസ്തബ്റഅ ലിദീനിഹി വഇർളിഹി, അവൻ സംരക്ഷിച്ചത് അവന്റെ ദീനിനെയും അവന്റെ അഭിമാനത്തെയും അവൻ സംരക്ഷിച്ചു. വമൻ വഖഅ ഫി ശുബ്ഹാത്ത് വഖഅ ഫിൽ ഹറാം, ആരെങ്കിലും ഇങ്ങനെ ശുബ്ഹ, ഈ ദീനിന്റെ അരൂലെന്ന ദീനിൽ നിൽക്കുന്ന ആളുകൾക്ക്, ഓരത്ത് നിന്നുള്ള ആളുകൾ പെട്ടെന്ന് ഹറാമിൽ ചെന്ന് ചാടും. ഞാനത് ഉപയോഗിച്ചാൽ ഞാനത് ഹലാലായ മാർഗത്തിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് പറയുന്ന ആളുകൾ ഹറാമിൽ ചാടാൻ ചാൻസ് കൂടുതലാണ്. ഹലാലാണോ ഹറാമാണോ എന്ന് അറിയില്ല, അതിപ്പോ രണ്ടും അറിയില്ലല്ലോ, അത് നമുക്ക് ആണ് ചെയ്യാ, അങ്ങനെ ചെന്ന് ഹറാമിലെത്താൻ ചാൻസ് ഉണ്ട് എന്ന് റസൂൽ പഠിപ്പിക്കുകയാണ്. ഈ ശുബ്ഹത്തിൽ പെട്ടാൽ പിന്നെ അവന് ഹറാമിൽ പെടും. ഏതുപോലെ ഒരു ആട്ടിടയൻ ആടുകളെ മേക്കുകയാണ്. മേക്കുന്ന സന്ദർഭത്തിൽ ഒരു അധികാര പരിധി ഉണ്ടാവല്ലോ, അത് അപ്പുറത്തോന്റെ പറമ്പായിരിക്കും, അങ്ങോട്ട് ചെല്ലാൻ പാടില്ല. ഈ ഒരു മരം വരെ ആടിനെ മേക്കാൻ പാടുള്ളൂ. അപ്പോ ഈ വേലിക്ക ചെന്ന് പുല്ലുന്ന ആടാണെങ്കിൽ സ്വാഭാവികമായിട്ട് അപ്പുറത്തോന്റെ പറമ്പ് എന്താ ചാൻസ് ഉണ്ട്, പോകാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെയാണ് ഹറാം എന്നുള്ള പരിധിന്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ കളിക്കുന്ന പോലെ ഹറാമ് ചാടാൻ ചാൻസ് ഉണ്ട്. അള്ളാഹ്ക്കും ചില വേലികളുണ്ട്. അലാ വഇന്ന ലികുല്ലി മലികിൻ ഹിമൻ, എല്ലാ രാജാക്കന്മാർക്കും ഒരു ഹിമയുണ്ടാകും, ഒരു അധികാര പരിധി ഉണ്ടാകും. അതിനപ്പുറത്ത് വേറെ ആളുടെ ടെറിറ്ററി ആയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ടെറിറ്ററി വെച്ചതാണ് ഹറാം, അതിനപ്പുറത്തേക്ക് പോയത്. അപ്പൊ നമ്മൾ ആ അരുവ് തന്നെ എന്ന് കളിച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചാടാൻ ചാൻസ് ഉണ്ട്, ഹറാമിൽ ചാടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, ഹറാമാണെന്ന്, ഹലാലായ കാര്യമാണെങ്കിൽ പോലും ഹറാമിൽ എത്തുന്ന പേടിയുണ്ടെങ്കിൽ അവിടെ ഒട്ടിക്കലാണ് വറ ഉള്ള ആള് ചെയ്യേണ്ടത്. അത് സൂക്ഷ്മതയുടെ ബാബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങളാണ് ഇതിൽ നമ്മളെ പഠിപ്പിച്ചത്, ഹലാല്, ഹറാം, പിന്നെ രണ്ടിനിടയിലുള്ളത്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വാക്കുണ്ട്, ലൈസൽ ആഖിലു അല്ലദി യഅലമുൽ ഖൈറ മിനശ് ശർർ, ബുദ്ധിയുള്ളവൻ ഖൈറും ശർറും വേർതിരിച്ച് മനസ്സിലാക്കുന്നവനല്ല. പിന്നെയോ വഇന്നമൽ ആഖിൽ അല്ലദി യഅലമു ഖൈറൽ ഖൈറൈൻ വശർറ ശർറൈൻ, ഈ 2 ഖൈറുകളിൽ ഏറ്റവും ഖൈർ ഏതാണ്, ഈ 2 ശർറുകളിൽ ഏറ്റവും കൂടിയ ശർറ് ഏതാണെന്ന് അറിയുന്നവനാണ് ബുദ്ധിമാൻ എന്ന് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നു. വറഇന്റെ പൂർണ്ണതയും അതാണ്. ഒരു മനുഷ്യന് ഖൈറുകളിൽ ഏറ്റവും ഖൈറായത് അറിയുക, ഷർറുകളിൽ ഏറ്റവും ഷർറായത് അറിയുക എന്നുള്ളതാണ് വറഇന്റെ പൂർണ്ണത എന്നും പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നിട്ട് പുണ്യത്തെ പറ്റിയും പാപത്തെ പറ്റിയും ചോദിക്കും, എന്താണ് പുണ്യം, എന്താണ് പാപം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുണ്യം എന്ന് പറഞ്ഞാൽ അൽ ബിർറു ഹസ്നുൽ ഖുലുഖ്, സൽസ്വഭാവമാണ് പുണ്യം. അപ്പൊ പാപമോ ഇസ്മ മാ ഹാക ഫീ സ്വദ്രിക്, നിന്റെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്. നമുക്ക് തെറ്റ് ചെയ്താൽ ഈ ഹറാമായ കാര്യങ്ങൾക്ക് ചൊറിച്ചിലുണ്ടാവും, അത് ഒഴിവാക്കുക. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. മാ ഹാക ഫീ സ്വദ്രിക് വകരിഹ്ത യത്വലി അലൈഹിൻ നാസ്, ജനങ്ങൾ ഇത് എത്തി നോക്കുന്നതിനെ നീ വെറുക്കുന്നു എങ്കിൽ അത് പാപമാണ്, ഒഴിവാക്കിയേക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നു. ഹലാലാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം, ഹറാമാണെങ്കിൽ ഒഴിവാക്കുകയും വേണം. ഹറാമാണോ ഹലാലാണോ സംശയമുള്ള കാര്യങ്ങൾ നമ്മൾ അത് ചെയ്യാൻ നിൽക്കാതെ പരമാവധി വിട്ടു നിന്നാൽ നമ്മുടെ വറഇന് പൂർണ്ണത ലഭിക്കും എന്നുള്ളതാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ആ രൂപത്തിൽ ഈ കാര്യത്തെ നമ്മൾ കാണണം. എല്ലാവരും എല്ലാം ചെയ്യാന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ശൈലി. എന്തും ചെയ്യുക, എന്തും വാങ്ങുക, എല്ലാ കച്ചവടത്തിലും ഇടപെടുക. അത് ദീനാണോ ദീനല്ലേ, ഹറാമാണോ ഹലാലാണോ എന്നും നോക്കാത്തൊരു കാലഘട്ടമാണത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ വറ ഉള്ളവർ കുറവാണ്. വറ ഉള്ളവർ കാണാൻ പറ്റുന്നത് ഏത്, കാണാൻ പറ്റാത്തത് ഏത്, കേൾക്കാൻ പറ്റുന്നത് ഏത്, കേൾക്കാൻ പറ്റാത്തത് ഏത്, ഉപയോഗിക്കാൻ പറ്റുന്നത് ഉപയോഗിക്കാൻ പറ്റാത്തത്, എനിക്കിത് ഹലാലാണോ എനിക്കിത് ഹറാമാണോ എന്നൊക്കെ ചിന്തിക്കുന്നവർ ഈ കാലഘട്ടത്തിൽ നന്നേ വിരളമാണ്. അതുകൊണ്ട് നമ്മൾ അതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത്. ഈ ഹദീസിന്റെ ബാക്കിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ചില ആളുകൾ വൈനഫ്താക അന്നാസ്
ജനങ്ങൾ നിനക്ക് ഫത്ത് വന്നാലും ശരി, നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുകയാണെങ്കിൽ ഒഴിവാക്കിയേക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഇതിൽ കാണാൻ പറ്റും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അപ്പൊ ഇന്ന് ഭക്ഷണത്തിന്റെ വിഷയത്തിലൊന്നും ഹറാമാണോ ഹലാലാണോ എന്ന് നോക്കുന്നത് കുറവാണ്. നബി ഒരാളെ പരാമർശിച്ച് പറഞ്ഞത് ദുആ സ്വീകരിക്കൂല എന്നാണ്. അയാൾ കഴിക്കുന്നതും കുടിക്കുന്നതും ധരിക്കുന്നതും ഒക്കെ ഹറാമാണ്. പിന്നെ എങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ പ്രാർത്ഥന സ്വീകരിക്കുക എന്ന് നബി തങ്ങൾ പറഞ്ഞു. മൽബസുഹു ഹറാമുൻ വമശ്റബുഹു ഹറാമുൻ വമത്അമുഹു ഹറാം വഗുദിയ ബിൽ ഹറാം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഹലാല് ഹറാമിന്റെ വിഷയത്തിൽ ഒരു സൂക്ഷ്മത നമ്മൾക്കുണ്ടായാൽ നമ്മൾ ഈ ഗുണം നേടിയവരായി എന്നുള്ളതാണ്. ഈ കസ്ബിനെ പറ്റി പറയുമ്പോൾ, നമ്മൾ സമ്പാദ്യത്തെ പറ്റി പറയുമ്പോൾ അനുവദിക്കപ്പെട്ടത് മാത്രം, അനുവദിക്കപ്പെടാത്ത പണം പെട്ടെന്ന് കിട്ടുന്ന മനുഷ്യന് ഇഷ്ടമാണ്. മനുഷ്യനെപ്പോഴും പൈസ കിട്ടുന്ന ഇഷ്ടമാണ്. എവിടുന്നാ നോക്കൂല, എത്ര കച്ചവടങ്ങളുണ്ട്, എത്ര കാര്യം, നമ്മളത് നോക്കൂല. ചിലപ്പോൾ ചിലതൊക്കെ ഹറാമായിരിക്കും, നമ്മളത് നോക്കൂലെങ്കിൽ നബി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന് അവന്റെ സമ്പാദ്യത്തിൽ നിന്ന് കഴിക്കുന്നതാണ് ഏറ്റവും തൊയ്യിബായ ഭക്ഷണം. ജനങ്ങൾക്കൊരു കാലഘട്ടം വരിക തന്നെ ചെയ്യും. ലാ യുബാലിൽ മർഉ ബിമാ ഖദൽ മാൽ അമിൻ ഹലാലിൻ അമിൻ ഹറാം. ഒരു മനുഷ്യൻ ശ്രദ്ധിക്കുകയില്ല, ലാ യുബാലി, പരിഗണിക്കുകയില്ല, നോക്കുകയില്ല, അത് ഹറാമിൽ നിന്നാണോ ഹലാലിൽ നിന്നാണോ എനിക്ക് സമ്പാദ്യം വന്നത് എന്ന് നോക്കാത്ത ഒരു കാലഘട്ടം ജനങ്ങൾക്ക് വരാനുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ആ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക. ഇനി വറഅ് എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് ചിട്ടപ്പെടുത്താൻ പറ്റുക? വറഅ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാം. വറഅ് 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 4 കാര്യങ്ങളിലാണ് വറഅ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് തർക്കുൽ മുഹറമാത്ത് വ ഫിഅലുൽ വാജിബാത്ത്. ഒന്നാമത്തെ കാര്യം പറയാം. വറഅ് ഒരാൾക്കുണ്ടെങ്കിൽ ഇതുണ്ടാകും. ഹറാമെല്ലാം അയാൾ ഒഴിവാക്കും, വാജിബായതൊക്കെ ചെയ്യും ചെയ്യും. ഇതില്ലാതൊരു വറഅ് ഇല്ല. നല്ല പഠിക്കേണ്ട വിഷയമാണ്. ഒരാള് ഫർള് നിസ്കാരം നിസ്കരിക്കുന്നില്ല, പക്ഷെ ആൾ ഭയങ്കര സൂക്ഷ്മമുള്ള ആളാണ്, ഭയങ്കര സൂക്ഷ്മ കച്ചവടം, ഭയങ്കര ഫർള് നിസ്കരിക്കൂല. അങ്ങനെ ഒരു വറഅ് ഇല്ല. വാജിബായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടേ വറവുള്ളൂ. ഫസ്റ്റ് ദർജ അതാണ്. ആദ്യം നമ്മൾ വറവുള്ള ആളാകണമെങ്കിൽ നമുക്ക് വേണ്ടത് വാജിബായ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കണം, ഹറാമായ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിരിക്കണം. രണ്ടാമതുള്ളത് മക്രൂഹായ കാര്യങ്ങൾ ഒഴിവാക്കുക. അത് ചിലപ്പോൾ കുറ്റം കിട്ടുന്ന കാര്യമാവില്ല, ചെയ്താൽ കുറ്റല്ല, ഒഴിവാക്കിയ എന്തുണ്ട്, പ്രതിഫലം ഉണ്ട് എന്നാണല്ലോ മക്രൂഹ് അറിയാം. അതും കൂടി ഒഴിവാക്കുന്ന ആളാണ് വറഉള്ള ആളെന്ന്. അത് രണ്ടാമത്തെ ഒരു പദവിയാണ്. അങ്ങനെയുള്ള ആളാകാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് മക്രൂഹ് പോലും നമുക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കതിന് സാധിക്കും. പിന്നെ ഒരാൾക്ക് സംശയം, ഇത് വാജിബാണോ വാജിബല്ലേ, അപ്പൊ അയാൾ അത് ചെയ്യാണ്. കാരണം വാജിബാണെങ്കിൽ ചെയ്യണ്ടേ. ഒരാൾക്ക് സംശയം, ഇത് ഹറാമാണോ ഹറാമല്ലേ, അപ്പൊ അയാൾ അത് ഒഴിവാക്കുകയാണ്. കാരണം ഇത് ഹറാമാണെങ്കിലോ. ഇതൊക്കെ വറയിലുള്ളതാണ്. നാലാമതായിട്ട് അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ വരെ ആവശ്യമില്ലാത്തത് ഒഴിവാക്കി ജീവിക്കുക. എന്നെ ഹറാമക്ക് എത്തിക്കുന്ന എന്തിൽ നിന്നും ഒഴിവാക്കുക. പരലോകത്ത് എനിക്ക് ദോഷമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യത്തിനും വിട്ടുക്കുക. അതൊരു സൂക്ഷ്മതയാണ്. അത് ആളുകൾ ഇന്നത്തെ കാലത്ത് ഓനൊരു ഭയങ്കരമായ ഒരു ശുദ്ധത്തുള്ള ആളാണ്, കഠിന എന്താ പറയാ, ഒരു ഭയങ്കര അങ്ങനെ ഒരു ദീനുണ്ടെന്നൊക്കെ ചോദിക്കും. ശരിക്കും അതില് സത്യാവസ്ഥയുണ്ട്, കള്ളത്തരമുണ്ട്. ഭയങ്കര ദീൻ എന്നൊക്കെ പറഞ്ഞു ഓൻ്റെ ഒരു ദീന് ഭയങ്കര, നമ്മളത് നോക്കാൻ പോണ്ട. ചിലതൊക്കെ ശരിയായ ദീൻ തന്നെ ആയിരിക്കും. അതിൽ നേരെ തിരിച്ചുണ്ട്, ഓവറാക്കി ദീനിനെ കൊണ്ടുപോകണവരുണ്ട്. സത്യമാണ്. നമ്മള് ചിലപ്പോ നമ്മൾക്ക് ന്യായം പറയക്കാരാണ്. അങ്ങനെ ഇപ്പൊ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചിലപ്പോ നമ്മുടെ ശരീരത്തിന് ന്യായം പറയക്കാരാണ്. അത് നമ്മൾ ചെയ്യരുത്. അപ്പോ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ളവർ ചിലപ്പോ മുത്തശ്ശദ്ദീദ്, ഓനൊരു ഭയങ്കരമായി ഒരു ഭയങ്കര ശുദ്ധത്താണ് അയാൾക്ക്. അയാൾ ദീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തോ സംഭവമായിട്ട് ഇതാക്കാണ്. അങ്ങനെ നമ്മള് ആരാക്ഷി നമ്മളെ നോക്കുക. നമ്മളെ മതത്തിന്റെ അവസ്ഥ എന്താ നോക്കുക, നമ്മളെ ദീനിന്റെ അവസ്ഥ എന്താണ്, നമ്മളെത്ര പരിതാപകരമായ അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ വറഅ്, നിർബന്ധമായ വറഅ് ഏതാണെന്ന് ചോദിച്ചാൽ, ഒരാൾ വാജിബായ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുകയും ഹറാമായ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്താൽ അയാൾ വറഅുള്ള ആൾ തന്നെയാണ്. പക്ഷെ അതും ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധ്യമാണോ എന്നാണ് നോക്കേണ്ടത്. നിർബന്ധമായ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ചെയ്യും. നമുക്ക് നിർബന്ധമായതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്.
നമുക്ക് ഹറാമായ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വറ ഉള്ളവരാണ്. അത് നമ്മൾ അനുഗ്രഹിക്കട്ടെ. പക്ഷെ അത് കുറച്ച് പ്രയാസമാണ്. അത് വലിയ ദർജയാണ്, ചെറിയ ദർജന്നല്ല. നമ്മൾ പറയാം എന്താണ് തഖ്വ എന്ന് വെച്ചാൽ തന്നെ പറയാം ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കുക, വാജിബായ കാര്യങ്ങൾ ചെയ്യുക. 2 വാക്കുള്ളൂ, പക്ഷെ നമ്മുടെ ജീവിതം അടയാളപ്പെടുന്ന വാക്കാണ്. നമുക്ക് നിർബന്ധമായതൊക്കെ നമ്മൾ ചെയ്യണം. ചില നിർബന്ധമായ കാര്യങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്പോ ഒരു പ്രയാസമാണെന്ന് മാറി നിന്നാൽ നമ്മുടെ ദേഹേശയ്ക്ക് നമ്മൾ അടിമപ്പെട്ടു. ചില ഹറാമായ കാര്യം ഇതൊക്കെ എല്ലാം ഞാൻ ഒഴിവാക്കും, പക്ഷെ ഇത് മാത്രമേ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല പറഞ്ഞാൽ അത് നമ്മുടെ വറയിലുള്ള കുറവാണ്, നമ്മുടെ ദീനിലുള്ള കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി വറ ഇല്ലാത്ത ചില ഘട്ടങ്ങൾ, വറ ഇല്ലാത്ത ചില കാര്യങ്ങൾ നമുക്കതിൽ പറയാൻ പറ്റും. വറ വേണ്ടാത്ത കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഇറച്ചി കഴിക്കല് ദോഷമുണ്ടോ? നമ്മളിപ്പോ നാട്ടിൽ ഏത് ഫുഡ് കഴിക്കുമ്പോൾ എന്തുണ്ട്, അതിലെന്തുണ്ടാവും? ദോഷം ഉണ്ടാവും. എന്നാൽ അതിൽ ഗുണം ഉണ്ടാവും. ഞാൻ ഒരു ഉദാഹരണം പറയാം. അതേപോലെയാണ് വറ ശ്രദ്ധിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത വറ നമ്മൾ ചെയ്യേണ്ടതില്ല. എല്ലാത്തിലും ഗുണവും ദോഷമുണ്ട്. ഏറ്റവും ഗുണം കൂടിയത് കുറഞ്ഞത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദീൻ എപ്പോഴും പരിഗണിക്കുക നമ്മുടെ ഏറ്റവും ഗുണം കൂടിയത്, അല്ലെങ്കിൽ പൂർണ്ണമായും ഗുണമായത്, ഗുണം കൂടിയത്, പൂർണ്ണമായും ഗുണമില്ലാത്തത്, ദോഷം കൂടിയത്. ഇതാണ് ദീൻ പരിഗണിക്കുക. 4 കാര്യങ്ങളാണ് ദീൻ പരിഗണിക്കുക. അത് പൂർണ്ണമായും ഗുണമാണ്, അപ്പൊ ദീൻ അത് ചെയ്യാൻ പറയും. അതിൽ ചെറിയ ഷെറുകളുണ്ട്, പക്ഷെ ഗുണമാണ് അധികവും, അപ്പോഴും ദീൻ അത് ചെയ്യാൻ പറയും. അത് അതിന്റെ അനിവാര്യതപ്പെട്ടതാണ്. 3 പൂർണ്ണമായും ദോഷമാണ്, ദീൻ എന്തായാലും ഒഴിവാക്കാൻ പറയും. 4 ഗുണമുണ്ട്, പക്ഷെ ദോഷമാണ് കൂടുതൽ, അതും ദീൻ എന്ത് ചെയ്യാൻ പറയും? ഒഴിവാക്കാൻ പറയും. ഇത് പഠിച്ചാൽ നമുക്ക് വറ പെട്ടെന്ന് മനസ്സിലാകുന്നുള്ളതാണ് നമ്മളത് പഠിക്കേണ്ടത്. അപ്പോ ആ രൂപത്തിൽ നമ്മൾ ദീനിനെ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു വറ നമ്മൾ ചെയ്യേണ്ടതില്ല. പിന്നെ ചില ആളുകളുടെ വറ എന്ന് പറഞ്ഞാൽ അത് പഠിച്ചൊരു അത്ഭുതമാണ്, നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ ചില ആളുകൾ വാജിബായ കാര്യങ്ങൾ ചെയ്യൂല, ഹറാമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. പക്ഷെ സൂക്ഷ്മത വേറെ പല കാര്യങ്ങളിലും സൂക്ഷ്മത. ഈ ഖവാരിജുകളെ പറ്റിയൊക്കെ പറയലുണ്ട്. ഒരു സഹാബിനെ, അതേപോലെ തന്നെ ഒരു സഹാബിന്റെ മകനെ, അദ്ദേഹത്തിന്റെ ഗർഭിണിയായ ഭാര്യയെ ഇവരെന്ത് ചെയ്തു? ഖവാരിജുകൾ എന്നല്ല, ഈ ഉസ്മാൻ ഖാനൊക്കെ എതിരെ പുറപ്പെട്ട കുറെ ആളുകളുണ്ടല്ലോ, കുറെ ഇബാദത്ത് കൂടിയ ആളുകൾ. ഇവര് വൈക്കടി പോണത് ഒരു മൃഗത്തെ കണ്ടപ്പോ അതിനെ കൊല്ലാൻ പറ്റൂല, ഇത് ദീനിലില്ലല്ലോ, അത്ര അങ്ങനെ സൂക്ഷ്മത കാണിച്ചിരുന്ന ഈ മനുഷ്യന്മാര് ഒരു ഗർഭിണിയായ സ്വഹാബിയുടെ മകന്റെ ഭാര്യയെ കുത്തിക്കൊന്ന് എന്നിട്ട് അതിനടുത്ത് പോയിക്കിട്ട് ആളുകളാണ് അവര്. അപ്പൊ അങ്ങനെ ചില ആളുകൾ, ഒരാള് വ്യഭിചാരം ചെയ്തോണ്ട്, ഞാൻ ഇപ്പൊ ഇന്ന് വായിച്ചൊരു അത്ഭുതപ്പെട്ട കാര്യമാണ്. ഒരാൾ വ്യഭിചാരം ചെയ്തോണ്ടിരിക്കുകയാണ് ഒരു പെണ്ണുമായിട്ട്. ഇയാള് പൂർണ്ണമായും അയാളുടെ അവയവം അവളുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പൂർണ്ണാർത്ഥത്തിൽ അവരെന്ത് ചെയ്തു? ബന്ധപ്പെട്ടു. അപ്പൊ ഈ പെണ്ണ് ചോദിച്ചു, അസ്ല് ചെയ്തൂടെ എന്ന് പറഞ്ഞാൽ ഇത് വെള്ളം പുറത്ത് കളഞ്ഞൂടെ, ഉള്ളിലേക്ക് കളയാതെ പുറത്ത് കളഞ്ഞൂടെ? രണ്ടും വ്യഭിചാരനായ ആണും വ്യഭിചാര പെണ്ണും. അപ്പൊ ഇയാള് പറഞ്ഞു, അസ്ല് എന്ന് പറഞ്ഞാല് അത് റസൂലുള്ള മക്രൂഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവും? അപ്പൊ പെണ്ണ് ചോദിച്ചു എന്നാണ്, സിന ഹറാമാണെന്ന് നമുക്ക് കിട്ടിയിട്ടില്ലേ? വ്യഭിചാര ഹറാമാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ലേ? ഉണ്ടില്ല. ഇതേപോലെ ഒരു വറ ഇല്ല. നമ്മള് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പാലിച്ചിട്ടാണ് വറ ഉള്ളത്. എല്ലാവർക്കും ദീനില് ഓറാവരുത്. വറ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ബാബും അത് തന്നെയാണ് എന്നുള്ളതാണ്. ഇനി അപ്പൊ ഈ ചില വിഷയങ്ങളില് പിന്നെ ഇപ്പൊ വാജിബാത്ത്, മുസ്തഹബായ കാര്യങ്ങൾ, ഒരാളെ പിന്നെ വാജിബായ കാര്യം ഒഴിവാക്കാണ്, എന്താണ് വറ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും? അതൊക്കെ നിർബന്ധമായ കാര്യമാണ്, അയാൾ ചെയ്യണില്ല, അയാൾ കുടുംബത്തെ പോറ്റേണ്ടതൊക്കെ ഞാൻ സൂക്ഷ്മമായിരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതിൽ വറയില്ല. മുസ്തഹബായ കാര്യങ്ങളിലും വറയില്ല. വറ ഹറാമിലും മക്രൂഹിലെ വറവുള്ളൂ. വാജിബ് ഒഴിവാക്കിക്കൊണ്ടൊരു വറയില്ല. അപ്പൊ അത് വറ അല്ല, അതിന് വേറെ എന്തെങ്കിലും പേര് പിരാന്തെന്ന് വിളിക്കാന്നല്ലാതെ വറ അല്ല. അപ്പൊ ദീന് ആത്മീയത നമ്മളെ ചൂഷണം ചെയ്യരുതെന്ന് മാത്രം. അപ്പൊ അതിൽ വറ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇനി 3 പദവികളാണ്. നിർബന്ധമായ വറ ഞാൻ പറഞ്ഞു, ഹറാം ഒഴിവാക്കൽ. സുന്നത്തായ വറ അത് പറഞ്ഞു, നമുക്ക് സംശയം ഉണ്ടാകുന്ന കാര്യം നമ്മൾ ചെയ്യണമില്ല, ചെയ്യാതിരിക്കണം, അവിടെ നിർത്തി. സംശയമുണ്ട്, നമ്മൾ ചെയ്യേണ്ട കാര്യം, സംശയമുള്ള കാര്യം ഒഴിവാക്കി അത് നമ്മൾ തീരെ ചെയ്യാതിരിക്കുക. അതാണ് 3ാമത്തെ ദർജ. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോയാൽ നമുക്ക് വലിയ
തൗഫീഖ് കിട്ടും. ഇപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ അദ്ദേഹത്തിന്റെ വസ്ത്രം കണ്ടിട്ട് നല്ല സോഫ്റ്റ് ആയ ഒരു ഡ്രസ്സ് കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ അത് പട്ടാണോ പട്ടല്ലേ എന്ന് അദ്ദേഹത്തിന് സംശയം, ഒഴിവാക്കി. പട്ടുവസ്ത്രമാണെങ്കിൽ നമുക്ക് ധരിക്കാൻ പാടില്ലല്ലോ, അദ്ദേഹം അത് ഒഴിവാക്കി എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ മുൻഗാമികളെ പറ്റി നോക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ് ഒരുപാട് നമുക്ക് അവരുടെ ജീവിതത്തിൽ ഈ വിഷയം കാണാൻ പറ്റും. വലിയ വലിയ ദറജകൾ അവർ പാലിച്ചതും ദീന്റെ വിഷയത്തിൽ കാണിച്ച സൂക്ഷ്മതകളൊക്കെ കാണാൻ പറ്റും. അപ്പൊ അവിടെ കേട്ടെ. ഇനി ജനങ്ങൾ ഈ വിഷയത്തിൽ എത്ര വിഭാഗക്കാരാണ്? വറ എന്നുള്ള വിഷയത്തിൽ ജനങ്ങൾ എത്ര വിഭാഗക്കാരാണ്? ജനങ്ങൾ ഒന്നാമത്തേതാള് വറ ഇല്ലാത്ത ആള്, തീരെ വറ ഇല്ല, ഒരു സൂക്ഷ്മതയില്ല. അയാള് ഹറാമായത് ചെയ്യും. ചിലപ്പോൾ പലിശ തിന്നും, ചിലപ്പോൾ നിസ്കാരം തൊട്ട് കടന്നുറങ്ങും, ചിലപ്പോൾ സുബൈനെ നിസ്കരിക്കൂല, സൂര്യൻ ഉദിക്കാതെ സുബൈനെ നിസ്കരിക്കൂല. ഒരു വറവും ഒരു സൂക്ഷ്മത ഇല്ലാത്ത ഒരാളാണ്. ചിലപ്പോൾ നിസ്കാരങ്ങൾ വെറുതെ ഒഴിവാക്കും, ചിലപ്പോൾ ഹറാമുകൾ, സിനിമ കാണുന്ന തോന്നിയ ദിവസങ്ങളൊക്കെ കാണും. ഇതൊക്കെ ഇയാൾക്ക് ഹലാലാന്നുള്ള പോലെ അങ്ങനെ ജീവിച്ചു പോണ ഒരു പടപ്പ്. അയാൾക്ക് വറ ഇല്ല. പിന്നെ രണ്ടാമത്തെ ഒരു ടീം, ഇയാൾക്ക് ഈ വറവുണ്ട്, ഇയാൾ വാജിബായ കാര്യങ്ങളൊക്കെ ചെയ്യും, ഹറാമൊന്നും ചെയ്യൂല. പക്ഷെ അനുവദിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ഇയാൾ ചെയ്യലുണ്ട്. മക്രൂഹ് അങ്ങനെ ഒഴിവാക്കുന്നില്ല, ചിലപ്പോൾ മക്രൂഹ് ജീവിതത്തിൽ വരാം. അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും. അയാൾ രണ്ടാമത്തെ ഒരു ഘട്ടത്തിലാണുള്ളത്. മൂന്നാമത്തെ ആള് രണ്ടാമത്തെ ആളെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഇയാൾ ചിലപ്പോൾ ചോദിക്കും ഹറാമാണോ ഹലാൽ, എന്നിട്ട് അയാളെ ഫത്വ കിട്ടുന്നവരെ നടക്കും. അങ്ങനെ ഉണ്ടാവും. ചില ആളുകൾ നമുക്ക് അനുയോജ്യമായി അനുവദിക്കപ്പെടുന്ന ഫത്വ കിട്ടുന്നത് വരെ ഫൈസമാനോട് ചോദിച്ചു കിട്ടിയില്ല, ഞാൻ പറപ്പൂർസാനോട് ചോദിക്കും, അങ്ങനെ കിട്ടില്ല, ഷബീസാനോട് ചോദിച്ചു, അങ്ങനെ നമുക്കിപ്പോ അതൊരു ഇത് നമ്മൾ കണ്ടുവെച്ചിക്കണം, അവരിത്തരം കണ്ടുവെച്ചിക്കണം. അത് കിട്ടണവരെ നടക്കുക. നമുക്കത് നമ്മുടെ മനസ്സങ്ങനെയാണ് പറയണേ. അതൊക്കെ ഇതിലാ വിടും. പിന്നെ ലാസ്റ്റ് ആള്, ഏറ്റവും നല്ല ദറജുള്ള ആൾ ആരാന്ന് ചോദിച്ചാൽ അയാള് ഹറാമും ഒഴിവാക്കും, മക്രൂഹാത്തും ഒഴിവാക്കും, അയാളുടെ ആഖിറത്തിന് കോട്ടം തട്ടിക്കുന്ന എല്ലാം ഒഴിവാക്കും. അങ്ങനെ ജീവിച്ചു പോണ ഒരാള്. ഏത് നിമിഷത്തിലും സൂക്ഷ്മത. നമ്മൾ ഇബ്നു ഉസൈമിന്റെ കഥ പറഞ്ഞില്ലേ, ആ പേന എടുത്തപ്പോ ഇത് ജാമ്യന്റെ പേനാണല്ലോ, എനിക്ക് ജാമ്യം ഈ പേന കിട്ടിയത് അത് കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ മറ്റു വിഷയങ്ങൾക്കാണല്ലോ, അപ്പൊ ഈ പേന ഞാൻ ഈ വിഷയത്തിന് ഉപയോഗിക്കാൻ പാടില്ലല്ലോ. ഇപ്പൊ കേമോലിന്റെ കാര്യം പറഞ്ഞ പോലെ ഈ എണ്ണ കൊണ്ട് കത്തിച്ച വിളക്ക് ഈ കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റൂലല്ലോ എന്ന് തോന്നിയ ആ സൂക്ഷ്മത ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടണം നമ്മുടെ ജീവിതത്തിൽ. അത് ഹൃദയത്തിന്റെ വലിയൊരു സൽക്കർമ്മമാണ്. മനസ്സിന്റെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്, പുറത്തല്ലല്ലോ. ഇതൊക്കെ എവിടെയുള്ളത്? ഹൃദയത്തിലാണ്. അപ്പൊ ഹൃദയത്തിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ വലിയ വിഷയമായി തന്നെ നമ്മൾ മനസ്സിലാക്കുക. ചില ആളുകൾ ഒരു കാരണവുമില്ലാതെ റമദാൻ മാസത്തിൽ നോമ്പ് ഒഴിവാക്കും. എന്നിട്ട് എന്ത് ചോദിക്കും? എന്നിട്ട് ചില ആളുകൾ ഫത്വ ചോദിക്കും, ഈ ശവ്വാലിന് 6 ദിവസം നോമ്പുണ്ടല്ലോ, ആ നോമ്പിനെ പറ്റി ഫത്വ ചോദിക്കുന്ന ആളാണ്. റമദാൻ നോമ്പിനെ നോക്കൂല, എന്നിട്ട് അയാൾ ഫത്വ ചോദിക്കണം ഇതിനെ പറ്റി, ശവ്വാൽ സുന്നത്ത് നോമ്പിനെ പറ്റി. അതെങ്ങനെ ഉണ്ടാവും? അതേപോലെ തന്നെ ചില ആളുകൾ സ്വന്തം സക്കാത്ത് കൊടുക്കൂല, സ്വതക്കനെ പറ്റി ചോദിച്ചെടുക്കും. സക്കാത്ത് തന്നെ കൊടുത്തിട്ടില്ല, ഫറളായ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഹറാമായ കാര്യങ്ങൾ പലതും ചെയ്യുകയും എന്നിട്ട് ഇങ്ങനെ സംശയമാണ്, ഞാൻ മാറുക്കാന്ന് പറഞ്ഞു മാറുകയും ചെയ്തു. നമ്മൾ നേരത്തെ വ്യഭിചാരിന്റെ കഥ പറഞ്ഞ പോലെ അസിൽ റസൂലുള്ള ചെയ്യരുത് പറഞ്ഞ സിനെ, ഇതേപോലെയാണ് ചില ആളുകളുടെ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് എന്നും നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ജനങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോ ഈ രൂപത്തിൽ സൂക്ഷ്മത പാലിക്കാൻ നമ്മൾക്ക് സാധിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക. വേറെ ഒന്നും ചെയ്യാനല്ല, പ്രാർത്ഥന മാത്രമാണ് ഇതിന് വഴിയുള്ളത്. അതിൽപ്പെട്ടൊരു കാര്യമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഒരാൾ വന്നിട്ട് ചോദിക്കാണ്, കൊതുകിന്റെ രക്തം നജസാണോ ചോദിച്ചു. എന്താണ് കൊതുകിന്റെ രക്തം നജസാണോ? അപ്പൊ ഇബ്നു ഉമർ ചോദിച്ചു, നിങ്ങൾ എവിടുന്ന വരുന്ന ചോദിച്ചു. മിമ്മൻ അൻത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മിൻ അഹ്ലിൽ ഇറാഖ്, ഞാൻ ഇറാഖുകാരനാണ്. അപ്പൊ ഇബ്നു ഉമർ പറഞ്ഞു, ഉൻദുറു ഇലാ ഹാദാ, ഈ മനുഷ്യനെ നോക്ക്, യസ്അലുനി അൻ ദമിൽ ബഅൂദ് വഖദ് ഖതലു ബിന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ പേരക്കുട്ടിനെ ഒരു നാണമില്ലാതെ കൊന്നിട്ട് കൊതുകിന്റെ രക്തം ഹലാലാണെന്ന് ചോദിച്ചെടുക്കുകയാണ്. ഹുസൈറാനെ കൊന്ന് കുഫക്കാരാണ്. ഇതേപോലെയാണ് പലരുടെയും സൂക്ഷ്മത. ഹറാം ഹലാൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറന്നു പോവുകയും എന്നിട്ട് താനായി ഉണ്ടാക്കിയെടുത്ത ആത്മീയത ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഒരിക്കലും വറ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
വകദാലിക ഖബറുൽ ഖവാരിജി, ഖവാരിജുകളുടെ വാർത്ത നിങ്ങൾ കേൾക്കണം. ലമ്മാ അതു അലാ നഖൽ فتناول رجل منهم تمرة فأقبل عليه أصحابه فقالوا أخذت تمرة من تمر أهل العهد وأتوا على خنزير فنفاه رجل منهم بالسيف فأقبل عليه أصحابه فقالوا قتلت خنزيرا من خنازير أهل العهد. ഖവാരിജുകളെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഈത്തപ്പന മരം കണ്ടായി കയറി ഈത്തപ്പന നടത്തപ്പോൾ ഈ ഈത്തപ്പന നമുക്ക് ഇറക്കാൻ പറ്റില്ലട്ടോ, നമുക്ക് ഹലാലല്ല. ഒരു പന്നി പോയി കണ്ടപ്പോൾ ആ പന്നിനെ കൊന്നപ്പോൾ ഇത് നമുക്ക് ഹലാലായ പന്നിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ വെട്ടിക്കൊന്നു, ഹലാലല്ല എന്ന് പറഞ്ഞ ആളുകള് അലാ ഖുബിറുക്കും മൻ ഹുവ അഅ്ലമു അലൈക്കും ഹഖ്ഖൻ മിൻ ഹാദാ ഖാലു മൻ അന മാ തറക്തു സ്വലാത്തൻ വലാ തറക്തു കദാ വലാ തറക്തു കദാ ഫഖതലൂഹു. ഒരു സ്വഹാബിന്റെ മകനാണ് അബ്ദുള്ള പറയണേ, ഈ പന്നിനേക്കാളും ഈ ഈത്തപ്പഴത്തെക്കാളൊക്കെ ഞാൻ നിസ്കാരം ഒഴിവാക്കാത്ത ഒരാളാണ്. സ്വഹാബിന്റെ മകനാണ്, ഞാൻ നോമ്പ് ഒഴിവാക്കാത്ത ആളാണ്, ഞാൻ മുസ്ലിമാണ്. എന്നിട്ടും ഈ സ്വഹാബിന്റെ മകനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും വയറ്റിലുണ്ടായ കുട്ടിയെയും ഇവർ കൊന്നു കളഞ്ഞു. ഇതാണ് ഖവാരിജിയുടെ തഖ്വ കൂടി എന്ന് പറയുന്ന പലരുടെയും തഖ്വയല്ല. നിസ്കാരത്തെ കൊണ്ട് അലി റളിയല്ലാഹു അൻഹു കൊല്ലാൻ ഭയപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞ ടീമാണ് കിലാബു അഹ്ലിന്നാർ എന്ന് വിശേഷിപ്പിച്ചത്. നരകത്തിലെ നായകളാണ് അവർ. അപ്പൊ വാജിബ് നമുക്ക് നിർബന്ധമായ കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യുകയും ഹറാമായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയും അങ്ങനെ അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കുകയും ചെയ്യുന്നവരാണ് വറ ഉള്ളവർ എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ വറയിൽ നമുക്കൊരു മധ്യമ നിലപാട് ആവശ്യമാണ്. മധ്യമ നിലപാട് ആവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പൊ നമുക്ക് മധ്യമ നിലപാടിനെ പറ്റി അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് എന്നൊരു സ്വഹാബിനെ, ഇദ്ദേഹം ഭാര്യയായിട്ട് ബന്ധപ്പെടൂല, വാപ്പ കെട്ടിച്ചെടുത്തു. അംർ ഇബ്നുൽ ആസ് കെട്ടിച്ചെടുത്തു, ഒരു പെൺകുട്ടിയെ കെട്ടിച്ചെടുത്തു. പിറ്റേ ദിവസം മരുമകളോട് വാപ്പ ചോദിച്ചു, എങ്ങനെയുണ്ട് ആളെങ്ങനെയുണ്ട് ചോദിച്ചു. ഇത്ര നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കൊരു വിരിപ്പ് വിരിച്ചു തരുന്നില്ലെന്ന് പറഞ്ഞാൽ ഒരു നിലക്കും ഒരു ഭാര്യക്ക് ഭർത്താവിന് നീട്ടേണ്ട ഒരു അവകാശവും തരുന്നില്ല. അത്ര വിഭാഗത്തിൽ ജീവിക്കാണ്. അപ്പൊ ഇത് വാപ്പ മകനെ ചീത്ത പറഞ്ഞു, എന്ത് പരിപാടിയും ഒരു പെൺകുട്ടിയെ കെട്ടിച്ചെന്നിട്ട് ഇങ്ങനെയാണോ ചെയ്യാം. എന്നിട്ട് റസൂലുള്ളാഹിന്റെ പറയുന്നത്, റസൂലുള്ള അബ്ദുല്ലാഹിബ്നു അബ്ബാസിനെ വിളിപ്പിച്ചു, ഈ ഇങ്ങനെ ചെയ്യലുണ്ടായിച്ചു. ഞാനങ്ങനെ വിഭാഗത്തിന്റെ യുവത്വം ഉപയോഗിക്കാണ് അർത്ഥം. റസൂലുള്ള പറഞ്ഞു, ഞാൻ നോമ്പ് നോൽക്കലുണ്ട്, നോമ്പ് നോൽക്കാത്ത ദിവസമുണ്ട്, ഞാൻ സ്ത്രീകൾ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഞാൻ നിസ്കരിക്കണ സമയമുണ്ട്, ഉറങ്ങണ സമയമുണ്ട്. അപ്പൊ ഒരു മധ്യമ നിലപാട് നമുക്ക് അതിൽ ആവശ്യം. ശിദ്ദത്തും പാടില്ല, നമ്മൾ തീരെ പറയില്ലാത്ത ഒരു അഴിഞ്ഞ ജീവിതവും പാടില്ല. ഇതേ സഹാബിയെ പറ്റി കാണാം സുബ്ഹാനല്ലാഹ്, ഇതേ സഹാബിയെ പറ്റി കാണാം. ഇദ്ദേഹം രാത്രി മുഴുവൻ നിസ്കാരം, പകല് മുഴുവൻ നോമ്പ്. രാത്രി മുഴുവൻ നിസ്കാരം, പകല് മുഴുവൻ നോമ്പ്, എല്ലാ കാലം, റമളാനൊന്നല്ല, എല്ലാ കാലം. അപ്പൊ നബി തങ്ങൾ വിളിപ്പിച്ചു, എന്താണ് അങ്ങനെ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, പിന്നെ ഈ ഒരു കാര്യം ചെയ്യും, മാസത്തിൽ 3 ദിവസം നോമ്പ്, ഒരു നോമ്പിന് 10 കൂലി വെച്ച് മാസം മുഴുവൻ നോമ്പ് ഒറ്റ കൂലി ഇട്ടു, എനിക്ക് അതിനേക്കാൾ സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു 2 ദിവസം നോമ്പെടുത്ത് 1 ദിവസം നോമ്പ് ഒഴിവാക്കുക, അങ്ങനെ കുറച്ച് അവസാനം വന്ന് 1 ദിവസം നോമ്പെടുത്തിട്ട് 1 ദിവസം നോമ്പ് ഒഴിവാക്കുക. അതാണ് ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ നോമ്പ് എന്ന് പറയുന്നത്. എനിക്ക് അതിനേക്കാൾ നല്ല ഇല്ല റസൂലുള്ളാഹി, അതിനേക്കാൾ ഇതില്ല. അപ്പൊ നമ്മളൊക്കെ ഇതേ സഹാബിനെ പറ്റി വേറെ ഹദീസില് ഖുർആൻ 1 ദിവസം ഖത്മ്, ചില ആളുകളൊക്കെ അത് ചില അവസ്ഥകളിൽ വന്നേക്കാം, അത് പറ്റാക്ഷേപിച്ച് പറയല. റസൂലുള്ളാഹി പറഞ്ഞ് ഖുർആൻ ഒരു 7 ദിവസം കൊണ്ടൊക്കെ പോയി തീർക്കും, ഏറ്റവും ചുരുങ്ങിയത് 7 ദിവസം, പിന്നെ 3 ദിവസം എന്നൊക്കെ റസൂലുള്ളാഹിന്റെ ഹദീസിലുണ്ട്. ഖത്തം തീർക്കാൻ ഏറ്റവും ചുരുങ്ങിയ കാലം, എങ്ങനെ ഓതി ഒന്നും അറിയാത്ത പോക്ക് അതില്ല. നമ്മള് ഒരു വറഅ് പാലിക്കുമ്പോൾ മധ്യമ നിലപാട് സ്വീകരിക്കണം എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. എത്രയോ തെളിവുകൾ ആ വിഷയത്തിൽ നമുക്ക് പറയാനുമുണ്ട്. ഇബ്നുൽ ജൗസി പറയുന്നൊരു വാക്ക് ഇതിൽ വളരെ ശ്രദ്ധേയമായ ഒരു വാക്കാണ്. വലൗ അന്ന ഇൻസാനൻ ജാഅ ഫലം യഅകുൽ, ഒരു മനുഷ്യന് വിശന്നു, അവൻ ഭക്ഷണം കഴിക്കുന്നില്ല. ഔ ഇഹ്താജ ഫലം യസ്അൽ, അവൻ അറിവിന് ആവശ്യം വന്നു പക്ഷെ ചോദിക്കുന്നില്ല. ഔ അരിയ ഫലം യൽബസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വന്നു, ആവശ്യം ചോദിച്ചു വാങ്ങുന്നില്ല, അറിവ് മാത്രമല്ല കേട്ടോ. അല്ലെങ്കിൽ അയാൾ നഗ്നനാണ്, വസ്ത്രം ധരിക്കാതെ നടക്കുകയാണെങ്കിൽ ഫമാത ദഖലന്നാർ, നരകത്തിൽ മരിച്ചാൽ നരകത്തിൽ പോകും. അപ്പൊ സൂക്ഷ്മത പാലിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കണം
എന്നതാണ്. രണ്ടിന്റെയും നടുവിലാണ് ദീനുള്ളത് എന്ന് മനസ്സിലാക്കുക. ഏറ്റവും നല്ല മാർഗം എന്താണ്? അത്വരീഖുൽ മുഹമ്മദിയ അല്ലെങ്കിൽ ത്വരീഖത്തുൽ മുഹമ്മദിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരുടെ അടുത്ത് വന്നിട്ടാണ് ചില ആളുകൾ പറഞ്ഞത് നബിന്റെ ഇബാദത്ത് എങ്ങനെയാന്ന് ചോദിച്ചപ്പോൾ ചില ആളുകൾ തീരുമാനിച്ചു, ഞാൻ ഇനി അങ്ങോട്ട് രാത്രി ഉറങ്ങൂല, ഫുള്ള് നിസ്കാരം. ചില ആളുകൾ ഞാൻ ഇനി ഇറച്ചി ഭക്ഷിക്കൂല. മറ്റു ചിലർ വേറെ രൂപത്തിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നബി അത് കേട്ടപ്പോ എതിർക്കുകയാണ് ചെയ്തത്. ഞാൻ രാത്രി ഉറങ്ങലുണ്ട്, നിസ്കരിക്കലുണ്ട്, ഞാൻ നോമ്പ് നോക്കലുണ്ട്, നോമ്പ് നോക്കാത്ത ദിവസമുണ്ട്, ഞാൻ സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. നബിയുടെ മാർഗമാണ് ഏറ്റവും നല്ല മാർഗം. പക്ഷെ നബിയുടെ വറവും നമ്മൾ പഠിക്കണം. അല്ലെ, സ്വതക്ക നബി സല്ലല്ലാഹു സ്വീകരിക്കുമല്ലോ. സ്വതക്കയാണെന്ന് അറിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്കൻ്റെതാണെന്ന് സംശയം വന്നാൽ നബി തങ്ങൾ എന്ത് ചെയ്യും? അത് ഒഴിവാക്കാൻ പറഞ്ഞു. നബി തങ്ങളോട് കുടുംബത്തോട് ഒരു ഈത്തപ്പഴം വെറുതെ കണ്ടാൽ തന്നെ അത് സ്വതക്കന്റെ ആണെങ്കിലോ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഈ വിഷയത്തിൽ ഒരു മധ്യമ നിലപാട് എല്ലാ വിഷയത്തിലും പോലെ നമ്മൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. ചില ആളുകള് വറഇന്റെ വിഷയത്തിൽ മനസ്സിലാക്കുന്നത് ഒഴിവാക്കൽ മാത്രമാണ് വറ എന്നാണ്. അല്ല, ചെയ്യലും വറാണ്. എങ്ങനെ? ഞാൻ വാറിക്കലും വിട്ടുക്കലും ഒഴിവാക്കലും മാത്രമല്ല വറ, മറിച്ച് വാജിബായ കാര്യങ്ങൾ ചെയ്യൽ എന്താണ്? വറാണ്. നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യൽ വറാണ്. ഇത് കുറെ ആളുകൾ ദീനുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആളുകൾക്ക് ഇത് ഭയങ്കര അബദ്ധം പറ്റിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. പിന്നെ അവര് നുണ പറയൂല, ഒരു ഹറാമായ ദൃഹമാണെന്ന് പേടിച്ച് ആ ദൃഹം പോലും എടുക്കൂല, ചിലപ്പോൾ ആ പണം വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും. പക്ഷെ വാജിബായ കുറേ കാര്യങ്ങൾ ഫർദ് ഐനായതോ ഫർദ് കിഫായതോ ഒക്കെ ഒഴിവാക്കും. ഇത് വറ അല്ല. ഇതിന് വറഉമായി യാതൊരു ബന്ധവുമില്ല. നുണ പറയില്ല, ഭക്ഷണം നല്ല നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഉണ്ട്, പക്ഷെ വാജിബായ ഒന്നും ചെയ്യണില്ല. അതിന് വറ എന്ന് പറയുകയില്ല. മിൻസിലത്തി റഹ്മിൻ, കുടുംബബന്ധം ചേർക്കുന്നില്ല. വഹഖി ജാരിൻ വ മിസ്കീനിൻ, അയൽവാസിക്ക് കൊടുക്കേണ്ട ഹക്ക് കൊടുക്കുന്നില്ല. പാവപ്പെട്ടവനെ സഹായിക്കേണ്ട ഹക്ക് കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലൊന്നും ചെയ്യുന്നില്ല. കേട്ടോ, ഭയങ്കര വറയുള്ള ആളാണ്. പറ്റില്ല. വാജിബായ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വറ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ജനങ്ങളുടെ അവസ്ഥകൾ പരിഗണിക്കണം എന്ന് പറയാം. പിന്നെ വറഉൽ ഫാസിദ് ഉണ്ട്. വറഉൽ ഫാസിദ് ഒരിക്കലും പറ്റാത്ത വറകൾ നമ്മൾ നല്ല മനസ്സിലാക്കണം. പുറത്ത് ഞാനൊരു മുത്തവരിയാണെന്നും, അതായത് വറഉള്ള ആളാണെന്ന് കാണിക്കുക, എനിക്ക് നല്ല സൂക്ഷ്മത ഉണ്ട് എന്ന് കാണിക്കുക. എന്നിട്ടോ അങ്ങനെ ജീവിച്ചിട്ട് ഇയാൾ ഭയങ്കര ളൈഫാണ്, ഒന്നും ചെയ്യണില്ല. പിന്നെ അതേപോലെ തന്നെ ഞാനൊരു വറആണെന്ന് കാണിച്ച് ഇങ്ങനെ നടക്കുക, അത് ശരിയല്ല. ഞാൻ വറയുള്ള ആളാന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു നടക്കൽ ശരിയല്ല. മറിച്ച് നമ്മളെ കൊണ്ട് ആവണത്ര ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുക എന്നുള്ളതാണ് നമ്മളതിൽ ചെയ്യേണ്ടതെന്നുള്ളതാണ്. പിന്നെ ചില ആളുകൾ പറയും അങ്ങാടികൾ ഫുള്ള് ഫിത്തിനാണ്, അപ്പൊ ഇവിടുന്ന് ഫുള്ള് അങ്ങാടികൾ ഒഴിവാക്കണം. പിന്നെ ഞാൻ അങ്ങോട്ടും പോരാൻ പെരൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ ഫുൾ അപകടമാണ്. ഇങ്ങനത്തെ ഉറവൊന്നുമില്ല. അപ്പൊ അത് പറയല്ല, സൂക്ഷിക്കുക എന്നുള്ളതാണ്. എല്ലാ നഫ്സിന്റെ അവസ്ഥകൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന കാര്യങ്ങൾ എന്ന് വരെ വറ കാണിക്കുക. ഇപ്പൊ ചില ആളുകൾ ഹൽവ കഴിക്കുന്നില്ല, മധുരം കഴിക്കുന്നില്ല. ചില ആളുകൾ കല്യാണം കഴിക്കൂല. എന്താണ്? വറ ആണ്, സൂക്ഷ്മത. അതൊന്നും വറ അല്ല, അതൊന്നും വറ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിച്ചാൽ കുട്ടികളുണ്ടാകും, കുട്ടികളെ ഫിത്നയാണ്. അപ്പൊ അത് അല്ലേ ആയത്തില്ലേ, ഫിത്ന, അവന് കല്യാണം കഴിക്കണ്ട, അപ്പൊ ഫിത്ന ഉണ്ടാവില്ല. ഇത് ഓയി തന്ന നബി തങ്ങളോ കല്യാണം കഴിച്ചിട്ട്? നമ്മുടെ വക ദീനിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകരുത്. അത് ഫാസിദായ വറായിട്ട് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഫാസിദായ അടിസ്ഥാനത്തിന്റെ പേരിലുള്ള കുറെ കായിദകൾ, ഫിഖിന്റെ കുറെ കായിദകൾ ഇങ്ങനെ പഠിച്ചിട്ട് പിന്നെ ഹലാലായതുപോലും ഒഴിവാക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. ഫാസിദായ കായിദയാണെങ്കിൽ ഒഴിവാക്കണം. നമ്മൾ അത് പഠിക്കന്നെ വേണം. ദീന് പഠിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ചില പണ്ഡിതന്മാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് നാട്ടില് ഹലാല് കിട്ടൂല, ഹറാമേ കിട്ടുള്ളൂ, അങ്ങനെ പറഞ്ഞവരൊക്കെ ഉണ്ട് തരേ.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ലറൂറത്തായതുകൊണ്ട്, കുടുങ്ങിയ സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം. അങ്ങനെയൊന്നുമില്ല, ഹലാലൊക്കെ കിട്ടും, ഹലാല് കിട്ടും. അപ്പൊ അങ്ങനത്തെ ഒരു അടിസ്ഥാനമൊന്നുമില്ല. അതും വറഅ് ഫാസിദാണ്. പിന്നെ ഓവർ ആകുന്ന ഒരു വറഅ് അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഇതൊന്നും അല്ലാത്ത വറഅകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആ വറഅ് ഉണ്ടാവുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ യഹൂദികളുമായി ഇടപെട്ടിരുന്നു. യഹൂദികളുമായി ഇടപെട്ടിരുന്നു. നബി മരിക്കുമ്പോൾ ഒരു ജൂതന്റെ കയ്യിലാണെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടയങ്കി പണയപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. പിന്നെ യഹൂദികൾ പലിശ ഉപയോഗിക്കുന്നവരല്ലേ, അല്ലേ? ഒരു ഹറാമായി സമ്പാദിക്കുന്നവരൊക്കെ അല്ല അന്നത്തെ കാലത്ത്. അവർക്ക് പലിശ ഹലാലാണല്ലോ. ഇതൊക്കെ ആയിട്ട് കൂടി നബി തങ്ങൾ അങ്ങനെയാണ് ജീവിച്ചത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അത് പിന്നെ നമ്മളെ വക ഓവറായെങ്ങാണ്ടുള്ളൊരു വറഅ് ഉണ്ടാകരുത്. ഇതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കമൊക്കെ. അല്ലാഹു നമുക്ക് ഏറ്റവും നല്ല സൂക്ഷ്മത തരട്ടെ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, എങ്ങനെ നമുക്ക് ജീവിതത്തിൽ വറഅ് ഉണ്ടാക്കാം? എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വറഅിനെ സമ്പാദിക്കുക? എപ്പോഴും ഹറാമിൽ നിന്ന് തടയുന്ന ഒരു ഹലാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. ഹലാൽ ഉണ്ടാവാത്ത അള്ളാഹ് എന്തൊക്കെ കാര്യം ഹറാമാക്കിക്കണം, അതിനൊക്കെ പകരം ഉണ്ടാവും ഇവിടെ ഹലാൽ ഉണ്ടാകും. അപ്പൊ ഹറാമിനും നമ്മൾക്കും ഇടയിൽ ഹലാൽ കൊണ്ടൊരു മറ ഉണ്ടാക്കുക, അത് നല്ല ആളുകൾക്ക് മാത്രം പറ്റുന്നതാണ്. എല്ലാ കാര്യത്തിലും പിന്നെ ഹലാലായത് ഉപയോഗിക്കുക, ഹലാൽ ഓവർ ആകാതെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഹലാൽ കൊണ്ടൊരു മറട്. ചിലപ്പോ ചില ഹലാലുകളൊക്കെ ഒഴിവാക്കേണ്ടി വരും. ഹറാമാണോ എന്ന് പേടിച്ചിട്ട് ചില ഹലാൽ ഒഴിവാക്കേണ്ടി വരും. അതങ്ങനെ ഉണ്ടാവും. 70ഓളം കാര്യങ്ങൾ ഒഴിവാക്കിയിരുന്നു. അത് ബാബുകൾ ഒഴിവാക്കിയിരുന്നു, ഹറാമിൽ പെട്ടുപോകുമോ എന്ന് പേടിച്ചിട്ട്. അപ്പൊ എപ്പോഴും നമുക്ക് ഹലാലായ കാര്യങ്ങൾ ഉപയോഗിക്കാം, അത് ഓവറാകാതെ ഉപയോഗിക്കാം. പിന്നെ രണ്ടാമത്തെ ഒരു മാർഗം എന്താന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിൽ സംശയമാണ്, ഒരു ചൊറിച്ചിൽ വരുന്നുണ്ട്. നല്ല സലീമായ മനസ്സാണെങ്കിൽ വരും, അതിപ്പോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? വസ്വാസ് അല്ല കേട്ടോ, വസ്വാസ് പറയണേ. ഒള്ളു ശരിയാവാത്ത അതല്ല ഉദ്ദേശിച്ചത്. നമുക്ക് ഇത് ഹലാലാണോ ഹറാമാണോ എന്നൊരു സംശയം ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് സംശയം വന്നാൽ അത് ഒഴിവാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്, നമുക്ക് സംശയമുള്ളത് സംശയമില്ലാതെ വ്യക്തമായിരിക്കണം നമ്മുടെ കാര്യങ്ങളല്ല. അവ്യക്തമായ കാര്യങ്ങൾ നമ്മളിങ്ങനെ പിടിച്ചുകൂടി ജീവിക്കരുതെന്നുള്ളതാണ്. വറഅ് എളുപ്പമാണെന്നാണ് സുഫിയാൻ അസ്സൗരി, വലിയ പണ്ഡിതനാണ് സുഫിയാൻ അസ്സൗരി. അദ്ദേഹം വലിയ ആലിമാണ്, താബിഈങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട. അദ്ദേഹം പറഞ്ഞു, മാ റഅയ്തു അസ്ഹല മിനൽ വറഅ്, വറഅയിനേക്കാൾ എളുപ്പമുള്ള പണി എനിക്കറിയില്ല. മാ ഹാക ഫീ നഫ്സിക തറക്തഹു, നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടായ ഉടനെ ഒഴിവാക്കുക. അപ്പൊ എളുപ്പമാണ്, പക്ഷെ എളുപ്പമല്ല. ഇന്നത്തെ കാലത്ത് എളുപ്പമല്ല, നല്ല ആലോചിക്കുക. ഇന്നത്തെ കാലത്ത് എളുപ്പമല്ല. നമ്മൾ വറഅ് ഉള്ളവരായി ജീവിക്കാൻ വലിയ പണി തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വെച്ചാണ് അവർ പറഞ്ഞത്. അപ്പൊ നമ്മുടെ മനസ്സെപ്പോഴും തെറ്റിനെ എതിർക്കുന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു മാർഗം, മനസ്സിനടക്ക് വിചാരം. നമ്മൾ ഇഖ്ലാസിലും പറഞ്ഞു, മുറാഖബത്തിലും പറഞ്ഞു, ഇവിടെയും പറയുന്നു, മനസ്സിനടക്ക് വിചാരണ ചെയ്യുക. നമ്മളിപ്പോ ഹലാലായതാണോ ചെയ്യുന്നത്, നമ്മൾ ഹറാമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ആത്മാർത്ഥമായി എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്റെ ജീവിതത്തിൽ ഹറാമുകൾ വരുന്നുണ്ടോ? ഞാനൊരു സൂക്ഷ്മതയുള്ള ആളാണോ എൻ്റെ ജീവിതത്തിൽ? ഞാൻ സമ്പാദിക്കുന്നതെല്ലാം, ഞാൻ പറയുന്നതെല്ലാം, ഞാൻ കേൾക്കുന്നതെല്ലാം എൻ്റെ ജീവിതം ഹറാമിലാണോ ഹലാലിലാണോ ഉള്ളത്? കാരണം ഏറ്റവും സൗന്ദര്യമുള്ള ജീവിതം അല്ലാഹ് ഹറാമാക്കിയത് ഒഴിവാക്കിയുള്ള ജീവിതം. അതിനേക്കാൾ മധുരമുള്ള ഒരു ജീവിതം ഒരു അടിമ കിട്ടാനില്ല. ഹറാം ഒഴിവാക്കിക്കൊണ്ടുള്ള ജീവിതമാണ് ഏറ്റവും സൗന്ദര്യമുള്ള ജീവിതം. അല്ലാഹ് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കി ജീവിക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മുടെ മനസ്സിനോട് ചോദിക്കുക, നമ്മൾ അങ്ങനെയാണോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ സ്വന്തത്തെ വിചാരണ ചെയ്യണം. വസിനു അൻഫുസകും ഖബ്ല അൻ തുസനു, നിങ്ങൾ തൂക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തൂക്കി നോക്കണം. ചിലപ്പോൾ നാളെ അവിടെ എത്തിയ പ്രയാസമായിരിക്കും, ഇവിടെ തന്നെ തൂക്കി നോക്കുമ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല. എല്ലാ വിഷയത്തിലും ഉണ്ട് എന്നുള്ളതാണ്. അബൂ ജഅഫർ അൽ അബ്ബാദാനി എന്ന് പറയുന്ന ഒരു ഭക്തനായ വലിയ പണ്ഡിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, യംബഗി ലിർറജുൽ, ഒരു മനുഷ്യന് അനിവാര്യമാണ്, അയൻദുറ റഗീഫഹു മിൻ ഐനഹു, എവിടുന്നാണ് എൻ്റെ റൊട്ടി എനിക്ക് കിട്ടിയത്, വദിർഹമഹു മിൻ ഐനഹു, ഞാൻ എവിടുന്നാണ് സമ്പാദിച്ചത് എന്നൊരു മനുഷ്യൻ നോക്കൽ നിർബന്ധമാണ്. തരാൻ എവിടുന്ന് കിട്ടി
എങ്ങനെയാണ് ഞാൻ സമ്പാദിക്കുന്നത്, ഇപ്പം എൻ്റെ പണം എങ്ങനെയാണ് നമ്മൾ പേടിക്കണം, എപ്പോഴും പേടിക്കണം. കാരണം ആ കിതാബിനെ പറ്റി സൂറത്തു കഹ്ഫിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതോ വലുതോ ആയ എല്ലാ കാര്യവും ആ കിതാബിൽ ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ നാലാമത്തെ ഒരു മാർഗം, നമ്മുടെ മനസ്സിൽ വറഇന്റെ പ്രത്യേകത ഇങ്ങനെ ജീവിപ്പിക്കുക, മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിക്കുക. വറ ഉള്ള ഒരാൾക്ക് അതിന്റെ പ്രത്യേകതയും ആ ജീവിതത്തിന്റെ ഒരു ഇസ്സത്തും അതിന്റെ ഒരു വഖാറും ഒക്കെ നമ്മൾ ആലോചിക്കുക. വഹാഖ് ബിൻ ഉസ്മാൻ എന്ന പണ്ഡിതൻ, അദ്ദേഹം വലിയ ആലിമാണ്. അദ്ദേഹം പറയുന്നു, അദ്റക്തുൻ നാസ വഹും യതഅല്ലമൂനൽ വറഅ വഹുമുൽ യൗമ യതഅല്ലമൂനൽ കലാം. ഞാൻ കുറെ ആളുകൾ കണ്ടിട്ടുണ്ട്, അവര് വറഅ പഠിക്കുന്നവരാണ്. വറഅ പഠിക്കുന്നവരാണ്. വറഅ പഠിക്കുക, എങ്ങനെ വറഅ പഠിക്കുക? അതേപോലെ സദസ്സിലിരുന്ന് വറഅ പഠിക്കുക. അഞ്ചാമത്തെ ഒരു മാർഗം യഖീൻ ഉറപ്പിക്കുക, നല്ല ഉറപ്പിക്കുക. നമുക്ക് അള്ളാഹു തരും. നമുക്കുള്ള റിസ്ക് കിട്ടാത്ത നമ്മൾ മരണപ്പെട്ടു പോകൂല സഹോദരങ്ങൾ. നമുക്ക് അള്ളാഹ് എഴുതി വെച്ച റിസ്ക് നമുക്ക് കിട്ടിയിട്ട് നമ്മൾ മരണപ്പെട്ടോളൂ. നമ്മളെപ്പോൾ പണം സമ്പാദിക്കുമ്പോൾ നമ്മൾ അത് ആലോചിക്കുക. അത് ആ ഉറപ്പ് നമ്മൾക്കുണ്ടാകണം എന്നുള്ളതാണ്. നമ്മുടെ റിസ്ക് നമ്മളെയും ആകാശഭൂമികളെയും പടക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു എഴുതിച്ചാണ്. അങ്ങനെ സംഭവിക്കുള്ളൂ. അപ്പൊ നമ്മൾ സമ്പാദിക്കുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ട്, ഇന്നത്തെ കാലത്ത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ സമ്പാദിക്കണം എന്നുള്ളതാണ്. അടുത്ത ആറാമത്തെ ഒരു മാർഗം, അള്ളാഹുവിനോടുള്ള പേടി മനസ്സിലുണ്ടാക്കുക, പരമാവധി പേടി ഉണ്ടാക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പലതും വിട്ടുക്കാൻ നമ്മൾക്ക് സാധിക്കും. ഫമൻ അറഫ അല്ലാഹ, ആരെങ്കിലും അള്ളാഹുവിനെ മനസ്സിലാക്കിയാൽ, വഅറഫ അസ്മതഹു വഖദ്റഹു, അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് ഒരാൾക്ക് ധാരണയുണ്ടെങ്കിൽ, വഖദ്റഹു വഅല്ലമഹു വഅല്ലമ ഹുർമാതിഹി, അള്ളാഹ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം അള്ളാഹ്ക്ക് കൊടുത്ത്, അള്ളാഹിനെ മഹത്വപ്പെടുത്തേണ്ട രൂപത്തിൽ അള്ളാഹിനെ മഹത്വപ്പെടുത്തി, അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങൾക്കും അള്ളാഹ് പവിത്രത കൊടുത്ത കാര്യങ്ങൾക്കും അതിന്റെ പവിത്രത കൊടുത്താൽ, അവനവന്റെ ദീനിന് വേണ്ടി സൂക്ഷ്മത കാണിക്കും. ഫതറക മാ ലാ യലീഖു, അവന് യോജിക്കാത്ത കാര്യങ്ങൾ അവൻ ഒഴിവാക്കുക തന്നെ ചെയ്യും. വജാനബ മാ ഫീഹി ഇസ്തിബാഹുൻ, സംശയമുള്ള കാര്യങ്ങളിൽ നിന്ന് അവൻ വിട്ടുവെക്കും. ഫളനൽ മുഹറമാത്, ഹറാമായ കാര്യങ്ങൾ പോട്ടെ, സംശയമുള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെ അവൻ അതിൽ നിന്ന് വിട്ടു നിൽക്കും. അതാണ് പേടിയിലൊരുക്കത് കഴിയുന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയമില്ല. പിന്നെ എപ്പോഴും നമ്മുടെ മനസ്സിന്റെ തഖ്വ പാലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തഖ്വ ഉള്ളവർക്കാണെന്നൊക്കെ വിട്ടുക്കാൻ പറ്റുക. ഇപ്പൊ ആ പറയപ്പെട്ട പണ്ഡിതന്മാർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ, ചില പണ്ഡിതന്മാർ ചോദിച്ചാൽ അറിയില്ല എന്ന് പറയും. ചോദിച്ചാൽ അറിയില്ല എന്ന് പറയും. എന്താ കാരണം? ഓല സൂക്ഷ്മതയാണത്. അറിയൂല. എന്താ അറിയാത്തത്? അറിയാത്തോണ്ട്. ഇമാം മാലിക്കിനെ പറ്റി, ഇമാം അഹ്മദിനെ പറ്റി നമുക്ക് അറിയാം. എനിക്ക് അറിയൂല എന്ന് പറയാൻ അവരുടെ സൂക്ഷ്മതയാണ്. അതൊക്കെ അവരുടെ വറഇന്റെ ഭാഗമാണ്. അവർ അള്ളാനെ പേടിച്ചിട്ടാണ് ജീവിക്കുന്ന, നാട്ടുകാരെ പേടിച്ചിട്ടല്ല എന്നുള്ളതാണ്. അപ്പൊ വറഇന്റെ അടയാളം തന്നെ ഇതാണ്. നമ്മൾക്ക് സംശയമുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ വരെ ഒഴിവാക്കാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ഹറാം ഒഴിവാക്കാൻ ഒരാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അയാൾ മുത്തവരിയാണ്. ആളുടെ ജീവിതത്തിൽ ഇത് ഞാനിപ്പോ ഉപയോഗിക്കുന്ന, എന്റെ ഈ സമയം ചെലവഴിക്കുന്ന അള്ളാന്റെ മാർഗത്തിൽ എല്ലാ നിമിഷത്തിലും, എല്ലാ സമയത്തിലും, എല്ലാ നേരങ്ങളിലും അള്ളാനെ പേടിച്ച്, അള്ളാഹുവേ എന്റെ ഈ സമയം ഇതിപ്പോ എങ്ങനെയാണ് ഞാൻ ചെലവഴിക്കുന്നത്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മാർഗത്തിലാണോ അല്ലേ എന്ന് തോന്നുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹലാലിന്റെ അല്ലെങ്കിൽ വറഇന്റെ അടയാളം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഇനി വറഅ് കൊണ്ട് ഒരാൾക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ, വറഅ് കൊണ്ട് എന്തൊക്കെ ഒരാൾക്ക് കിട്ടുക? വറഅ് കൊണ്ട് ഒരാൾക്ക് എന്തൊക്കെ കിട്ടും? അയാൾക്ക് കുറച്ചാണെങ്കിലും കൂടുതലായിരിക്കും. അയാൾക്ക് കിട്ടുന്നതൊക്കെ വളരെ കുറച്ചാണെങ്കിലും അത് കൂടുതലായിരിക്കും. കുറച്ചാണെങ്കിലും കൂടുതൽ ബറക്കത്തുണ്ടാവും എന്നർത്ഥം. ബറക്കത്തുണ്ടാകുന്ന അർത്ഥം. കുറച്ചാണെങ്കിലും കൂടുതലായിരിക്കും എന്നർത്ഥം. ഇബ്രാഹിമിന് അദ്ദേഹം വലിയൊരു പണ്ഡിതനാണ്, ആബിദാണ്, നമ്മളെ ഈ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, നീ നിന്റെ ഭക്ഷണം നന്നാക്കി ഹലാലായത് മാത്രം ഉപയോഗിച്ച് ജീവിച്ചോ. ഇനി രാത്രി നിസ്കരിച്ചിട്ടെങ്കിലും കുഴപ്പമില്ല, രാവിലെ നോമ്പോറ്റില്ലെങ്കിൽ സുന്നത്തോമ്പട്ടവരാണ് കുഴപ്പമില്ല, പക്ഷെ ഹറാമായ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിച്ചിട്ട് കാര്യമില്ലെന്നാണ്. അപ്പൊ അത് വളരെ കുറച്ചാണെങ്കിലും അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ബർക്കത്ത് കൊടുക്കുകയും നല്ല പ്രതിഫലം കൊടുക്കുകയും ഒക്കെ ചെയ്യും എന്ന് കാണാം. യാ അല്ലാഹ്,
എന്നെ ഒന്ന് ഉപദേശിക്കണം എന്ന് ഒരാളോട് വന്ന് പറഞ്ഞു. ഒരു പണ്ഡിതനോടാണ് പറയുന്നത്, എന്നെ ഒന്ന് ഉപദേശിക്കണം. ഇതൊരു അഭിപ്രായമായിട്ടൊരു കഥയായിട്ടുള്ളതാണ്. ഇത് ഇബ്നു അബി ദുനിയയ്ക്ക് ഒരു കിതാബുണ്ട്, വറാ എന്നാണ് കിതാബിന്റെ പേര്. ഇബ്നു അബി ദുനിയയുടെ കിതാബിന്റെ പേരാണ് വറാ. എന്താ കിതാബിന്റെ പേര്? വറാ. ഈ വിഷയത്തിന്റെ ഒരു ഗ്രന്ഥമാണ്. അതില് എന്നെ ഒന്ന് ഉപദേശിക്കണം എന്നൊരാൾ വന്ന് ചോദിക്കുന്നു. അപ്പൊ നിലത്തുനിന്ന് ഒരു പിടി മണ്ണ് വാരിയിട്ട് പറഞ്ഞു, കുറച്ച് മണ്ണ് വാരിയിട്ട് പറഞ്ഞു, ഇത്ര അളവിൽ നിന്റെ ഹൃദയത്തിൽ വറാ ഉണ്ടെങ്കിൽ നീ ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾ നിസ്കരിച്ച നിസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടുന്നേക്കാൾ നിനക്ക് നല്ലതാണ്. ആ സൂക്ഷ്മതയോടെ നിനക്ക് ജീവിക്കാൻ പറ്റിയാൽ അതാണ് നല്ലത് എന്നുള്ളതാണ്. പിന്നെ എനിക്ക് കുറച്ചുകൂടി പറഞ്ഞിട്ട് റസിദിനി, എനിക്ക് ഒന്നുകൂടി എന്നെ ഉപദേശിക്കണം, എനിക്ക് മതിയായിട്ടില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കമാ തുഹിബ്ബു അൻ യകൂന അല്ലാഹു ലക ഗദൻ, നാളെ പരലോകത്ത് അല്ലാഹു നിന്നോട് എങ്ങനെ ആകണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്, ഫകുൻ ലഹുൽ യൗം, ഇന്ന് നീ അങ്ങനെ അല്ലാഹുവോട് ജീവിക്കുക. നാളെ പരലോകത്ത് അള്ളാഹനെ നിനക്ക് എങ്ങനെ കാണണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്, അതെ ഇന്ന് നീ ആ ഒരു സൂക്ഷ്മതയിൽ ജീവിക്കുക. രണ്ടാമത്, ആ വറ ഉള്ള ആൾക്ക് നല്ല പ്രതിഫലം, വലിയ പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കും എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ചെറിയ പ്രതിഫലമല്ല. പിന്നെ ഒരടിമന്റെ, നമ്മളൊക്കെ ഹിസാബ് നോക്കുമ്പോ, നമ്മളൊക്കെ രേഖകളും എണ്ണി നോക്കണ സമയത്ത്, നമ്മളെ ബുക്ക് എണ്ണി നോക്കണ സമയത്ത് എന്തൊക്കെ അതിലുണ്ടാകും സഹോദരങ്ങളെ സഹോദരിമാരെ, എന്തൊക്കെ ഉണ്ടാവും അതിൽ? നമ്മൾ അർദ്ധരാത്രി നമ്മൾ ചെയ്തത്, പാതിരാത്രി ചെയ്ത്, ആരും അറിയാതെ ചെയ്താലും ഇതൊക്കെ നമ്മുടെ രേഖകളിൽ ഉണ്ടാവും, ഇല്ലേ? എന്നാൽ വറ ഉള്ള ഒരാളുടെ ജീവിതത്തിൽ എന്താ ഉണ്ടാവുക? വറ ഉള്ള ഒരാളുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ ഹറാമായ കാര്യങ്ങൾ ഉണ്ടാവില്ല. അയാളുടെ ഹിസാബ് വളരെ ക്ലിയർ ആയിരിക്കും, വളരെ എളുപ്പമായിരിക്കും. എളുപ്പമുള്ള ഹിസാബ് കിട്ടുമെന്നുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അയാളുടെ അഹങ്കാരം കുറഞ്ഞു കിട്ടും. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ പറ്റി പറഞ്ഞു, അലൈക ബിൽ വറ, നീ വറഇനെ മുറുകെ പിടിക്കണം കേട്ടോ. യുഖഫിഫില്ലാഹു ഹിസാബക, അല്ലാഹു നിന്റെ ഹിസാബ് എളുപ്പമാക്കി തരും എന്ന് കാണാം. പിന്നെ വലിയ വലിയ ദറജകളിൽ അദ്ദേഹത്തിന് എത്താൻ പറ്റും. എല്ലാവർക്കും ഒരു പേടി ഉണ്ടാകും. ആരെങ്കിലും അവന്റെ വയറ്റിലേക്ക് അവൻ എന്ത് പ്രവേശിപ്പിക്കുന്നു എന്ന് നോക്കിയാൽ അള്ളാഹുവിന്റെ അടുക്കൽ അവൻ സിദ്ദീഖായി രേഖപ്പെടുത്തപ്പെടും എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ, അറിയപ്പെട്ട പണ്ഡിതനാണ്, വലിയ ഹദീസ് പണ്ഡിതനാണ്, ആബിദാണ്, അദ്ദേഹം പറയുന്നുണ്ട്. ഭക്തൻ എന്ന് പറയണമെങ്കിൽ അവൻ വറആയിരിക്കണം. ഹലാലൊക്കെ ചെയ്ത് ഹറാം ഒഴിവാക്കി സംശയമുള്ള കാര്യത്തിൽ വിട്ടു നിന്ന്, അതേപോലെ തന്നെ മുബാഹായ കാര്യത്തിൽ എന്നെ അനുവദിക്കപ്പെട്ട കാര്യമാണ്, പക്ഷെ ഹറാമൊക്കെ എത്തിയാലോ എന്ന് പേടിച്ച് ഒഴിവാക്കുന്നവരൊക്കെ ഏറ്റവും നല്ല ഭക്തനാണ് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് കാണാം. പിന്നെ അപ്പൊ വലിയ ദറജത്തും, പിന്നെ ദുനിയാവിലും തന്നെ ആളുകൾക്കിടയിൽ സ്ഥാനം ഉണ്ടാകും. അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒഴിവാക്കിയാൽ അള്ളാഹ് നമുക്ക് പകരം തരും, ഉറപ്പല്ലേ? നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഒഴിവാക്കി. ഞാൻ എന്തുകൊണ്ട് ഇത് ഒഴിവാക്കി, ഞാൻ എന്തുകൊണ്ട് ഈ കച്ചവടം നിന്ന് വിട്ടു തന്നു, ഞാൻ ഈ കച്ചവടത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ കാരണം ഇതെനിക്ക് ഹറാമ് സമ്പാദിക്കും, ഹറാമ് സമ്പാദിപ്പിച്ചു തരും, അല്ലെങ്കിൽ ഹറാമിലേക്ക് എത്തിക്കും. ഞാൻ എന്തുകൊണ്ട് ഈ വിഷയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, എന്നെ ഹറാമിലേക്ക് എത്തിക്കും എന്നുള്ളതാണെങ്കിൽ, എന്റെ വാജിബായ കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണെങ്കിൽ അതിനേക്കാൾ നല്ലത് അള്ളാഹു പകരം തരിക തന്നെ ചെയ്യും, ഉറപ്പായിട്ടും പകരം ചെയ്യും. ഇപ്പൊ ഇബ്രാഹിം നബിയുടെ കഥ അതിൽ പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നാട്ടുകാരെല്ലാവരും ഒഴിവാക്കാൻ കാരണം എന്താ? അദ്ദേഹം അവരൊഴിവാക്കി പോന്നു. അത് വറആണ്. കാരണം അവരെ ജീവിതത്തിൽ ഹറാം വരാതിരിക്കാൻ ആ മഹാനവറുകൾ എന്ത് ചെയ്തതാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിട്ടുന്നതാണ്, ഹിജറ പോയി വിട്ടുന്നു. അത് കഴിഞ്ഞപ്പോ അവരെ വിട്ടപ്പോൾ അല്ലാഹ് എന്താണ് അദ്ദേഹത്തിന് കൊടുത്തത്? ഫലമ്മ അഅ്തസലഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, ആ നാട്ടുകാരെയും അവരാരാധിച്ചിരുന്നവരെയും അള്ളാഹുവിനെ കൂടാതെ അവരാരാധിച്ചിരുന്നവരെയും ഇബ്രാഹിം നബി വിട്ടുപോന്നപ്പോൾ വഹബ്നാ ലഹു ഇസ്ഹാഖ വയാഖൂബ് വകുല്ലൻ ജഅൽനാ നബിയ്യാ, ഞാൻ അദ്ദേഹത്തിന് ഇസ്ഹാഖിനെ യാക്കൂബിനെ കൊണ്ട്. പിന്നെ അവിടെ നിങ്ങളുടെ എല്ലാ പ്രവാചകന്മാരും ആരെ പരമ്പരയിൽ മാത്രമേ ഉള്ളൂ? ഇബ്രാഹിം നബിന്റെ പരമ്പരയിൽ മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ ഇസ്ഹാഖ് വഴി അല്ലെങ്കിൽ ഇസ്മായിൽ വഴി. ഇസ്മായിൽ അലൈഹി സ്വലാം വഴി ആകെ ഒറ്റ നബി ഉള്ളത് ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ വലിയ അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന് വലുത് കിട്ടുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ വറ ഉള്ള ആൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കും. മൻ അക്കലൽ ഹറാം,
ആരെങ്കിലും ഹറാമ് ഭക്ഷിച്ചാൽ അസ്വത്ത് ജവാരിഹുഹു, അവന്റെ അവയവങ്ങൾ തിന്മ ചെയ്യുക തന്നെ ചെയ്യും. ഷാ അബ, അവൻ ഉദ്ദേശിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ഹറാമ് ഭക്ഷിച്ചോ തിന്മയിലേക്ക് അവന്റെ അവയവങ്ങൾ എത്തിപ്പെടും. നേരെ തിരിച്ച് ഹറാം ഒഴിവാക്കിയാലോ നന്മയിലേക്ക് എത്തിപ്പെടുമെന്ന് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് നന്മ ചെയ്യാനുള്ള തൗഫീഖ് കിട്ടും. അതേപോലെ തന്നെ ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കും, ഒരു മറ കൊടുക്കും. അതേപോലെ തന്നെ അയാളുടെ അഭിമാനം ഭയങ്കര അഭിമാനമായിരിക്കും, നല്ല അഭിമാനം സംരക്ഷിക്കാൻ പറ്റും. കാരണം അയാൾ ഹറാമൊന്നും ചെയ്തിട്ടില്ല ജീവിതത്തിൽ ഇത്ര വരെ, ആരൊക്കെ എന്തൊക്കെ പറയാം ഹറാം ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഹറാമാണ് സംശയമുള്ള തന്നെ വിട്ടു നിൽക്കണം, വാജിബാണോ അല്ലേന്ന് സംശയമുള്ള ചെയ്തിക്കണം. കാരണം വാജിബാണെങ്കിലും ഒന്ന് പേടി ചെയ്തിക്കണം. അപ്പൊ നല്ല അഭിമാനിയായി ജീവിക്കാൻ അയാൾക്ക് പറ്റും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. പിന്നെ മനസ്സ് വൃത്തിയാകും, മനസ്സിലെ ചളികൾ പോയി കിട്ടും. മനസ്സിൽ എപ്പോഴും വൃത്തികേട് ഉണ്ടാവില്ല. കാരണം ഹറാമാണെങ്കിൽ അയാൾ ഒഴിവാക്കുമല്ലോ, തോന്നിവാസാണെങ്കിൽ ഒഴിവാക്കിയിട്ടുണ്ടാവും, അയാൾ ചെയ്യൂല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ആ പേന ഉപയോഗിക്കുന്നതിൽ വരെ ഇബ്നു ഉസൈമീൻ അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സെത്ര വൃത്തി ഉണ്ടാവും. ഇനി നമ്മുടെ മനസ്സിനോടൊന്നും തുലനം ചെയ്ത് നോക്കി, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഈ ഗുണമുണ്ടോ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഈ പ്രവൃത്തി ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തുനിന്നുള്ള സഹായം നമ്മൾക്ക് ഉണ്ടാകുന്നുള്ളതാണ്. പിന്നെ ദുനിയാവില് ഒരു വിരക്തി നമ്മൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. വറയിന് നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ദുനിയാവിനോടുള്ള ഇഷ്ടം, വികാരങ്ങള്, അതേപോലെ തന്നെ ദുർവ്യാഖ്യാനങ്ങള്, പിന്നെ തെറ്റ് ചെയ്യാനുള്ള ധൈര്യം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഒരാൾ തെറ്റ് ചെയ്യാൻ ധൈര്യം കാണിക്കാണ്, തെറ്റ് ചെയ്യാൻ ഭയങ്കര ധൈര്യം. എത്ര വാള് കേട്ടാലും, എത്ര ഖുർആനായത്ത് കേട്ടാലും, എത്ര തറാവീഹ് നിസ്കരിച്ചാലും പിന്നെയും ഹറാമ് ചെയ്യാനുള്ള ധൈര്യം. ഇതൊന്നും വറയിന്റെ അടയാളല്ല, വറയെ നശിപ്പിക്കുന്ന ആൾക്ക് വറ ഇല്ല. ഹറാം ഒഴിവാക്കാനുള്ള ധൈര്യം, നിസ്കരിക്കണില്ല, ഇതൊക്കെ കേട്ട് നിസ്കരിക്കണില്ല, ആ ധൈര്യം ഇവനക്ക് വറ ഇല്ല. നമുക്ക് വറ ഉണ്ടാകണം, നമുക്ക് ഇഖ്ലാസ് ഉണ്ടാകേണ്ടതുപോലെ, നമുക്ക് മുറാഖബത്ത് ഉണ്ടാകേണ്ടതുപോലെ നമുക്ക് എന്തുണ്ടാകണം, വറ ഉണ്ടാകണം. നമ്മുടെ ഹൃദയമാണ് വൃത്തിയാവും, നല്ല പരിശുദ്ധമായ ഹൃദയവും. അശ്രദ്ധ നമ്മളെ വറായി നശിപ്പിക്കും. നമ്മൾ അശ്രദ്ധരായി എവിടുന്ന ഫുഡ് വരുന്നത് ഒന്നും അറിയില്ല, നമ്മൾ ഇങ്ങനെ ജീവിക്കുകയാണ്, എന്ത് ഹലാലോ ഹറാമോ ഒന്നും നോക്കാതെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് വറ ഉണ്ടാവുകയില്ല. ലജ്ജയില്ലായ്മ വറയിനെ തടയും. ഒരു നാണമില്ല, എന്തും കാണും, എന്തും കേൾക്കും, എന്തും സംസാരിക്കും, എന്തും പറയും. ഇവർക്കൊന്നും വറ ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ്. യാ അഹ്നഫു, അല്ലയോ അഹ്നഫേ, ആരെങ്കിലും ഒരുപാട് പൊട്ടിച്ചിരിക്കുകയാണെങ്കിൽ അവന്റെ ഹൈബത്ത്, ആളുകൾക്ക് അവനോടുള്ള ഒരു ബഹുമാനം കുറഞ്ഞു പോകും. ആരെങ്കിലും എപ്പോഴും തമാശ പറയുകയാണെങ്കിൽ ആളുകളും അങ്ങനെ തന്നെയാണ് അവരെ കാണുന്നത്. ഒരു ആലിമിന് ചേരാത്ത ഗുണങ്ങളാണെന്ന് പറയാം. ആലിമിന് ചേരാത്ത ഗുണങ്ങളാണ് പൊട്ടിച്ചിരിക്കരുതെന്ന് നീ അറിയേണ്ടതാ, അതിനാലൊരെട്ട് വിപത്തുകൾ ജനിക്കുന്നതാ. പൊട്ടിച്ചിരിക്കരുത്, അതുകൊണ്ട് കുറെ കാര്യങ്ങളുണ്ട്. ജുഹാല് നിന്നെ കണ്ടുടൻ കളിയാക്കും, അവർക്കെന്തിനും ധൈര്യം വരും നിന്നോടും. എല്ലാവരും ഒന്ന് കളിയാക്കാൻ തുടങ്ങും, എല്ലാവരും നമ്മളെ ആ ഒരു ഹൈബത്തൊക്കെ നഷ്ടപ്പെടും. അപ്പൊ അശ്രദ്ധരാകരുത്, നാണമില്ലാത്തൊരവസ്ഥ നമ്മൾക്ക് ഉണ്ടാകരുത്. ഇതൊക്കെ വറയിനെ നശിപ്പിക്കും എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ വറ എവിടൊക്കെ വേണം അവസാനിപ്പിക്കുകയാണ്. വറ എവിടൊക്കെ വേണം? സംസാരത്തിൽ വറ വേണം. എവിടെ വേണം? സംസാരത്തിൽ വറവ് വേണം. സംസാരിക്കുമ്പോൾ നമ്മുടെ നാവ് എവിടെയൊക്കെ ഉപയോഗിക്കുന്നുള്ള കൃത്യമായി ഹലാലാണോ ഹറാമാണോ, ഞാൻ സംസാരിക്കുന്ന എന്താണെന്നുള്ള കാര്യം വേണം. അത് പണ്ഡിതന്മാരുടെ വിഷയത്തിൽ ഞാൻ വറഇനെ പറ്റി പരിശോധിച്ചു. ഫലം മജിദുഹു ഫീ ശൈഇൻ അഖല്ല മിൻഹു ഫിൽ ലിസാൻ. നാവിലാണ് അത് കൂടുതൽ വേണ്ടത്, നാവിലാണ് അത് കൂടുതൽ വേണ്ടത് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ദീനിന്റെ വിഷയത്തിൽ ഓവറായി തർക്കിക്കുക, അങ്ങനെയൊന്നുമില്ലാത്ത നല്ല നാവുള്ളവരാവുക, മോശം മറുപടി പറയാതിരിക്കുക, അറിയാത്ത കാര്യങ്ങളെ പറ്റി മിണ്ടാതിരിക്കുക, ഇതൊക്കെ പിന്നെ വറഇന്റെ ഗുണമാണ്. ഒരാൾ നമ്മളെ ആക്ഷേപിക്കാൻ ചിലപ്പോഴൊക്കെ ഉണ്ടായിരിക്കേണ്ടി വരും, അതൊക്കെ. പിന്നെ രണ്ടാമത് വറവ് വേണ്ടത് ഭക്ഷണത്തിലും പാനീയത്തിലുമാണ്. നമ്മൾ കുടിക്കുന്നത് കഴിക്കുന്നത് എവിടെ നിന്നാണ് എന്ന കൃത്യമായ ധാരണ നമ്മൾക്കുണ്ടാകണം എന്ന് കാണാൻ പറ്റും. അത് ഒരുപാട് പണ്ഡിതന്മാരുടെ ജീവിതത്തിലെ ചരിത്രം ഉണ്ട്. എവിടുന്നാണ് ഇത് വന്നത്? അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, قال أخذ الحسن بن علي رضي الله عنهما تمرة من تمر الصدقة فجعلها في فيه
സ്വതക്കയുടെ ഈന്തപ്പനത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ ഒരു കാരക്കയിൽ നിന്ന് ഒരു കാരക്ക എടുത്ത് ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു വായയിലേക്ക് ഇട്ടു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിഹ് തുപ്പിക്കള എന്ന് പറഞ്ഞു. അമാ ശഅർത അന്നാ ലനകുൽ സദഖ, സദഖ തിന്നാൻ പറ്റില്ലല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു എന്ന് കാണാം. നബി തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഈത്തപ്പഴം കണ്ടു. ലൗലാ അന്നി അഖാഫു അൻ തകൂന മിന സദഖ ലാകൽതുഹ, ഇത് സദഖയാണെന്ന് പേടിച്ചിട്ടാണ്, അല്ലെങ്കിൽ അടുത്ത് കഴിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര സൂക്ഷ്മതയാണ് ആ വിഷയത്തിൽ കാണിച്ചത് എന്നുള്ളതാണ്. ആയിഷ ബീവി പറയുന്ന ഒരു സംഭവം പറയാം. കാന ലി അബീ ബക്കറിൻ ഗുലാമുൻ യുഖ്രിജു ലഹു അൽ ഖറാജ്, നികുതി പിരിക്കാനായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഒരാളുണ്ടായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം കഴിക്കുകയും ചെയ്യുമായിരുന്നു. ആ ഖറാജ് കൊണ്ടുവന്നതിൽ നിന്ന് അദ്ദേഹം കഴിക്കുകയും ചെയ്യും, ജിസിയ കഴിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ആ കുട്ടി എന്തോ കൊണ്ടുവന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു കഴിച്ചു. അവ ഈ ചോദിക്കാണ്, ഗുലാമ് ചോദിക്കാണ്, ഇത് എവിടുന്നാന്നറിയോ, ഇത് എന്താണെന്നറിയോ? ഇല്ല, എന്താണ്? ഞാന് എനിക്ക് ജ്യോത്സ്യപ്പണി ഉണ്ടായിരുന്നു ജാഹിലിയത്തില്, എനിക്കത് അറിയില്ലായിരുന്നു. പക്ഷെ ഒരാൾ വന്ന് എന്നോട് എന്താ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ ജ്യോത്സ്യനാന്ന് വിചാരിച്ചിട്ട്, എനിക്ക് നേരെ അറിയുന്നില്ലായിരുന്നു, പക്ഷെ ഞാൻ ജ്യോത്സ്യനാന്ന് കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ജ്യോത്സ്യപ്പണി ഇസ്ലാമിൽ പറ്റില്ലല്ലോ. അപ്പൊ ഇയാൾ എനിക്ക് വന്ന് കൂലി എന്നാണ്, ആ കൂലിയാണ് ഞാൻ നിങ്ങൾക്ക് ഫുഡായിട്ട് കൊണ്ടുവന്നത്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വായിലേക്ക് വിരലിട്ട് ഫുള്ള് ഛർദ്ദിച്ച് കളഞ്ഞു എന്നാണ്. ആ ഭക്ഷണം മുഴുവൻ ഛർദ്ദിച്ച് കളഞ്ഞു. ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സൂക്ഷ്മതയായിട്ട് നമുക്ക് കാണാം. നമുക്ക് എവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്ന് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ നമ്മൾ സമ്പാദിക്കുന്നിടത്ത് വറവാണ്. മൂന്നാമത്തത് സമ്പാദിക്കുന്നിടത്ത് വറവാണ്. എവിടുന്ന് സമ്പാദിക്കുന്നു എന്ന് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് നമുക്ക് ഖിയാമത്ത് നാളിൽ നാളെ നമുക്ക് വലിയൊരു അപകടമായി വരാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഭാര്യമാര് പ്രത്യേകം ഭർത്താക്കന്മാരെ ഉപദേശിക്കുക. ഇങ്ങനെയായിരുന്നു മുമ്പുള്ള ഭാര്യമാരൊക്കെ, അങ്ങനെയായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്താലും ഹറാമായ ഭക്ഷണം വീട്ടിലേക്ക് കൊണ്ടുവരരുതെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഇന്നത്തെ നാട്ടിൽ അയൽവാസിനെ പോലെ ആകാൻ വേണ്ടി ഇനിയിപ്പോ എന്ത് ലോൺ എടുത്താലും വേണ്ടില്ല എന്ന് പറയുന്ന ഭാര്യമാരായിരുന്നില്ല. അപ്പൊ ഭാര്യമാര് കേൾക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഭർത്താക്കന്മാരോട് പറയണം, നമ്മുടെ വീട്ടിലേക്ക് ഹലാല് മാത്രമേ കൊണ്ടുവരാവൂ, ഇല്ലെങ്കിൽ മുഴുവൻ ബറക്കത്തും അത് കാരണം നഷ്ടപ്പെടും എന്നുള്ളത് വേറെ എങ്ങോട്ടും അന്വേഷിക്കേണ്ട, അത് മാത്രം മതി എന്നുള്ളതാണ്. അപ്പൊ അതിലും നമ്മൾക്ക് വറഅ് വേണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളത് നിസാരമായി കാണരുത്, വളരെ ഗൗരവത്തിൽ തന്നെ അത് കാണണം എന്നുള്ളതാണ്. ഒരു പണ്ഡിതന്റെ ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ. അവസാനിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തുണ്ടെങ്കിലും ബാക്കി നാളെയാണ് പറയാം ഇൻഷാ അല്ലാഹ്. ഈ വിഷയത്തിൽ വറഅ് ഉള്ളവരായി ജീവിക്കുക എന്നുള്ളത് വലിയൊരു തൗഫീഖാണ്. ഇമാം അഹ്മദിന്റെ ഒക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാം, അദ്ദേഹം ഗവൺമെന്റിന്റെ പൈസ ഉപയോഗിച്ചിരുന്നില്ല നമുക്ക് കാണാം. കാരണം അദ്ദേഹം അത്ര സൂക്ഷ്മത വിഷയത്തിൽ മരണം വരെ കാണിച്ച ആളാണ്. ഇമാം അഹ്മദ് വറഇന്റെ നേതാവാണ്. അത് പിന്നെ ഒരുപാട് പറയണം, നമുക്കൊന്നും അവകാശമല്ല അത് പറയാൻ. ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഉപ്പ, അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു പെട്ടെന്നൊരു വിക്കോ അല്ലെങ്കിൽ ആ രൂപത്തിലൊരു തടസ്സമോ നേരിട്ടു. നല്ല പ്രാസംഗികനാണ്, നന്നായി വാഴ്ന്നു പറയുന്ന ആളാണ്, പെട്ടെന്ന് അയാൾക്ക് കിട്ടുന്നില്ല. അപ്പൊ ഇതെന്താ കാരണം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയാണ്, എന്റെ ഉപ്പ എന്നെ ഹലാല് മാത്രമേ ഭക്ഷിപ്പിച്ചിരുന്നുള്ളൂ. ഒരു ദിവസം എന്റെ ഉപ്പ ഇല്ലാത്ത സമയത്ത് എന്റെ അയൽവാസിയായ സ്ത്രീ എനിക്ക് വന്ന് മുല തന്നു. എന്റെ ഉപ്പ കറക്റ്റായിട്ട് ഹലാൽ മാത്രം ഭക്ഷിപ്പിച്ച് എന്നെ വളർത്തിയത്. അവര് ഇത് നോക്കാത്ത ആളുകളായിരുന്നു, ഹറാം ഹലാൽ നോക്കാത്ത ആളുകളായിരുന്നു. പക്ഷെ എന്റെ ഉപ്പ അറിഞ്ഞപ്പോ വന്നിട്ട് ഇത് ഛർദ്ദിപ്പിച്ച് കളഞ്ഞു. പക്ഷെ ഞാൻ അന്ന് കുടിച്ച ആ മുലപ്പാലായിരിക്കാം ഒരു പക്ഷെ എന്റെ ജീവിതത്തിൽ ഈ ഒരു അബദ്ധമായി വന്നത്. നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ഉണ്ട് പറയലോ. നമ്മൾ ചെയ്ത അബദ്ധങ്ങൾ, നമ്മൾ ചെയ്ത ഹറാമുകൾ, അത് വല്ല പുറത്തുവരാത്ത നമ്മൾ ചെയ്ത ഹറാമിന് നമ്മുടെ ജീവിതത്തിൽ നല്ല സ്വാധീനമുണ്ട്. 40ഓളം കാര്യങ്ങൾ, അതിലപ്പുറം കാര്യങ്ങൾ ഇബ്നു ഖയ്യിം പറയുന്നുണ്ട്. ഒരു ഹറാമ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപകടം, ഒരു ഹറാമ് ചെയ്താൽ. അപ്പൊ അത് നിസാരമല്ല, ഹറാമ് നിസാരമല്ല. അതിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ അത് എന്തെന്നെ ആകട്ടെ,
നമ്മൾ ചിലപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നല്ലേ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നതാകും, പക്ഷെ ചിലതൊക്കെ നമ്മൾ ഒഴിവാക്കലും മാറിക്കലുമാണ് നല്ലത്. ഈ കാലഘട്ടത്തിൽ സാധിക്കുമെന്ന് അറിയില്ല. കഴിയുന്നത്ര പരമാവധി ഹറാമിന്റെ വിഷയത്തിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾ അതിലേക്ക് എത്തിക്കുമെങ്കിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് ഹറാം വരുമെങ്കിൽ നമ്മൾ വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാൻ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഏറ്റവും നല്ലത് സമ്പാദിക്കാനും ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാനും സൂക്ഷ്മത കാണിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഖ്ലാസ് ഉള്ളവരാകാനും മുറാഖബത്തുള്ളവരാകാനും വറഉള്ളവരാകാനും അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള അപാകതകൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഹദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. وصلى الله وسلم وبارك على نبينا حبيبنا محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.